ജീവിതയാത്രയിൽ ദുഃഖങ്ങളും കഷ്ടങ്ങളും വന്ന് തിങ്ങിടുമ്പോൾ, ജീവിതയാത്രയിൽ ദുഃഖങ്ങളും കഷ്ടങ്ങളും വന്ന് തിങ്ങിടുമ്പോൾ, ദുഃഖവും നിരാശയും തളർത്തിടാതെ വചനമെന്നാശ്വാസം ആയിടുന്നു. ദുഃഖവും നിരാശയും തളർത്തിടാതെ വചനമെന്നാശ്വാസമായിടുന്നു. ഏകാകിയെന്നു മനം ചൊല്ലിടുമ്പോൾ, ഉറ്റവരെല്ലാം കൈവിടുമ്പോൾ, ഏകാകിയെന്നു മനം ചൊല്ലിടുമ്പോൾ, ഉറ്റവരെല്ലാം കൈവിടുമ്പോൾ, മുഴങ്ങുന്നു വൻ ശബ്ദം ഹൃത്തടത്തിൽ, ഭയം വേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട്. മുഴങ്ങുന്നു വൻ ശബ്ദം ഹൃത്തടത്തിൽ, ഭയം വേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട്. ശൂന്യത കൺമുൻപിൽ കണ്ടിടുമ്പോൾ, തോൽവിയെ രുചിച്ചറിഞ്ഞിടുമ്പോൾ, ശൂന്യത കൺമുൻപിൽ കണ്ടിടുമ്പോൾ, തോൽവിയെ രുചിച്ചറിഞ്ഞിടുമ്പോൾ, മുഴങ്ങുന്നു വൻ ശബ്ദം ഹൃത്തടത്തിൽ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. മുഴങ്ങുന്നു വൻ ശബ്ദം ഹൃത്തടത്തിൽ, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. രോഗത്താൽ ക്ഷീണിതരായിടുമ്പോൾ, അന്ത്യമെത്തിയെന്ന് നനച്ചിടുമ്പോൾ, രോഗത്താൽ ക്ഷീണിതരായിടുമ്പോൾ, അന്ത്യമെത്തിയെന്ന് നനച്ചിടുമ്പോൾ, മുഴങ്ങുന്നു വൻ ശബ്ദം ഹൃത്തടത്തിൽ, ആഴിപ്പീഡനാൽ സൗഖ്യമുണ്ട്. മുഴങ്ങുന്നു വൻ ശബ്ദം ഹൃത്തടത്തിൽ, ആഴിപ്പീഡനാൽ സൗഖ്യമുണ്ട്. വീഴാതെ താഴാതെ വിശ്വാസത്തിൽ, അന്ത്യത്തോളം നല്ല സാക്ഷിയായി. വീഴാതെ താഴാതെ വിശ്വാസത്തിൽ, അന്ത്യത്തോളം നല്ല സാക്ഷിയായി. വചനത്തിൽ ജീവിച്ചു വീട്ടിലെത്താൻ, വചനത്താൽ നിത്യം പോഷിപ്പിക്കാം. വചനത്തിൽ ജീവിച്ചു വീട്ടിലെത്താൻ, വചനത്താൽ നിത്യം പോഷിപ്പിക്കാം. സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങൾ നദിയിലായിരിക്കാൻ സമയത്തെ ദൈവം തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം. കൂടി വന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് പൊന്നച്ചാന് സ്നേഹവന്ദനം അറിയിക്കുന്നു. രാത്രി ഇങ്ങനെയായിരിക്കണം കർത്താവ് നമ്മളെ ഇടയാക്കിയല്ലോ, ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. രാത്രിയിലെ ദൈവവചനത്തിന്റെ ധ്യാനത്തിനായി ഒരു വാക്യം വായിക്കാം. വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. 1 Peter chapter 4:6. ഇതിലേക്കല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിക്കുക. അവർ ജനസംഘമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായ ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതുണ്ട്.
ആത്മാവ് സംബന്ധമായി ജഡത്തിനൊത്തവണ്ണം, ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതന്നെ. ബട്ട് ടു ലീവ് അക്കോർഡിംഗ് ടു ഗോഡ് ഇൻ ദ സ്പിരിറ്റ്. ആത്മാവ് സംബന്ധമായി അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന് ആത്മാവിൽ ജീവിക്കുന്ന ഒരനുഭവം, ദൈവത്തിന്റെ ഹൃദയത്തിനൊത്തവണ്ണം ജീവിക്കുന്ന ഒരനുഭവം. ടു ലീവ് അക്കോർഡിംഗ് ടു ഗോഡ് ഇൻ ദ സ്പിരിറ്റ്, ദൈവത്തിന്റെ ഹൃദയത്തിനൊത്തവണ്ണം ആത്മാവിൽ ജീവിക്കുന്ന ഒരനുഭവം. അതിനെക്കുറിച്ചാണ് ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആത്മാവിൽ ജീവിക്കുക, വാക്ക് ഇൻ സ്പിരിറ്റ്, ലിവ് ഇൻ സ്പിരിറ്റ് എന്നൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുള്ളതാണ്, നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, സ്വർഗം നമ്മളോട് കൃത്യമായി ഇടപെടേണ്ടതിനായി തലകളെ വണക്കി ഹൃദയം ഏകാഗ്രമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ ആത്മാവിൽ നടക്കണമെന്നും ആത്മാവിൽ ജീവിക്കണമെന്നും. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവത്തിന്റെ ഹൃദയത്തിന് ഒത്തവണ്ണമായിരിക്കണമെന്നും ഒക്കെ ആഗ്രഹമുള്ള ഒരു കൊച്ചു കൂട്ടമാണ് ഞങ്ങൾ. ഹല്ലേലൂയ സ്തോത്രം, ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ആത്മാവിൽ ജീവിക്കുവാൻ ഈ രാത്രിയിൽ കർത്താവെ പഠിപ്പിക്കുമാറാകണമേ. ഞങ്ങൾക്ക് പല അനുഭവങ്ങളുണ്ട്, എന്നാൽ കർത്താവെ ഹല്ലേലൂയ പുതുതായി അങ്ങേക്ക് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഞങ്ങൾ ആത്മാവിലല്ല നടക്കുന്നതെങ്കിൽ, ഞങ്ങൾ ആത്മാവിനോട് സെൻസിറ്റീവ് അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം, അങ്ങ് ഞങ്ങളെ നോക്കുമ്പോൾ ഹല്ലേലൂയ അങ്ങയുടെ ഹൃദയത്തിനൊത്തവണ്ണം ആയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗമുണ്ടെങ്കിൽ ആ ഭാഗത്തെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമോ? ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മൾ പല മേഖലകളിലും ഹല്ലേലൂയ ആത്മാവിനോട് സെൻസിറ്റീവ് ആണ്, പല മേഖലകളിലും നമ്മൾ ജയിച്ചവരാണ്. എന്നാൽ ഹല്ലേലൂയ തമ്പുരാന്റെ ദൃഷ്ടിയിൽ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ നിർമ്മല ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ, അവന്റെ വിശുദ്ധ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, എവിടെയാണോ ആത്മാവിൽ ഹല്ലേലൂയ ചരിക്കാത്ത ഒരു അനുഭവം, ആത്മാവിൽ ജീവിക്കാത്ത ഒരു അനുഭവം, എവിടെയാണോ തമ്പുരാന്റെ ഹൃദയത്തിന് ഒത്തവണ്ണം ആകാത്ത ഒരു മേഖല നമ്മുടെ ജീവിതത്തിൽ ബാക്കി നിൽക്കുന്നത്, അത് നമ്മുടെ ശരീരത്തിലോ, അത് നമ്മുടെ ചിന്തയിലോ, അത് നമ്മുടെ പ്രവൃത്തിയിലോ, അത് നമ്മുടെ ബന്ധങ്ങളിലോ ഹല്ലേലൂയ സ്തോത്രം, അത് നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിന്റെ ഏത് മേഖലയിലാണെങ്കിലും ഈ രാത്രിയിൽ കർത്താവിനോട് ഉള്ളു തുറന്ന് കർത്താവിനോട് പറയുമ്പോൾ, കർത്താവേ ആ മേഖലയെ സ്പർശിക്കുന്ന ഒരു വചനം ഈ രാത്രിയിൽ വെളിപ്പെടുവാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഈ നിൽക്കുന്ന വ്യക്തിയിലൂടെ സ്വർഗം ഞങ്ങളോട് വ്യക്തമായി സംസാരിക്കുമാറാകണമേ. ഒരു തുറന്ന മനസ്സോടെ ഇരുപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമേ. ഹല്ലേലൂയ വചനത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് മീതെ തുറന്നു കിട്ടുവാൻ സഹായിക്കണം. പരിശുദ്ധാത്മാവിന്റെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം ഞങ്ങളുടെ നടുവിലുണ്ടാകുവാൻ ഇടയാക്കണമേ എന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുമോ? ഒരുമിച്ച് കർത്താവിനോട് ചോദിക്കുമോ? ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കർത്താവേ അങ്ങനെ ഞങ്ങൾക്ക് കേൾക്കണം, അങ്ങനെ ഞങ്ങൾക്ക് പ്രാപിക്കണം ഈ രാത്രിയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങൾ മുമ്പേ ഓർത്തതുപോലെ ഈ ആലയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടുമ്പോൾ ഹല്ലേലൂയ ഞങ്ങളുടെ തലയിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഞങ്ങൾ ഹല്ലേലൂയ മേഞ്ഞു നടക്കുന്നതിനിടയിൽ, ആട് മേയുന്നതിന്റെ ഇടയിൽ, ആ പുല്ലുകൾക്കിടയിൽ, അത് ആസ്വദിക്കുന്ന കാര്യങ്ങളുടെ ഇടയിൽ ഹല്ലേലൂയ സ്തോത്രം, അതിന്റെ വിശപ്പടക്കുന്ന ഹല്ലേലൂയ ജീവിക്കാനായി അത് മുമ്പോട്ട് യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഹല്ലേലൂയ ക്ഷുദ്രജീവികൾ ഒളിഞ്ഞിരിപ്പാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതിന്റെ തലയ്ക്ക് ഹല്ലേലൂയ മുറിവേൽപ്പിക്കാൻ സാധ്യതയുള്ള ഹല്ലേലൂയ സ്തോത്രം, അതിനെ മരണത്തിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം ഹല്ലേലൂയ വിഷം കയറ്റാൻ സാധ്യതയുള്ളതൊക്കെ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്ന ഒരു പുൽത്തകിടിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. എന്നാൽ ഹല്ലേലൂയ ഒരു ക്ഷുദ്രജീവികളും അടുക്കാതെ വണ്ണം ഹല്ലേലൂയ ഹല്ലേലൂയ അതിനെ റിപ്പന്റ് ചെയ്യുന്ന വിധത്തിൽ ഹല്ലേലൂയ ഒരു എണ്ണമൊത്തി അയക്കുന്ന ഹല്ലേലൂയ രാത്രിയാകണമേ എന്ന് ഈ രാത്രിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ വിശ്വസ്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ സ്തോത്രം. ജീവിതയാത്രയിൽ ഹല്ലേലൂയ ഞങ്ങൾ ഹല്ലേലൂയ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഭാരങ്ങളും രോഗങ്ങളും വേദനകളും ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അങ്ങയുടെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ നിൽക്കുന്നത് നിമിത്തമുള്ള പലതും ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, അങ്ങയുടെ വചനമാണ് ഞങ്ങൾക്ക് ആശ്വാസമായിട്ടുള്ളത്. ഞങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിയിട്ടുള്ളപ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തീയിൽ കൂടി കടക്കുമ്പോൾ വെന്തുപോകത്തില്ലെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഞങ്ങൾ വെള്ളത്തിൽ കൂടെ പോയാൽ ആ വെള്ളം ഞങ്ങളെ മുക്കിക്കളയത്തില്ലെന്ന് അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ മുമ്പിൽ മരുഭൂമി കാണുമ്പോൾ ഹല്ലേലൂയ ശൂന്യത ഞങ്ങളുടെ മുമ്പിൽ കാണുമ്പോൾ ഹല്ലേലൂയ എല്ലാം നിരാശയും വരുമ്പോൾ മരുഭൂമിയെ മലർവാടിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഹല്ലേലൂയ നിർജ്ജന പ്രദേശത്ത് വഴിയൊരുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഹല്ലേലൂയ ഹല്ലേലൂയ ഏദൻ തോട്ടം
ഇതുപോലെ ആക്കി തരാമെന്ന് നീ പറഞ്ഞിട്ടുണ്ട്. അനേക പ്രാവശ്യം ഞങ്ങൾ അത് അനുഭവിച്ചിട്ടുണ്ട് കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഉറപ്പോടെ എഴുന്നേൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെടുമാറാകണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ കുറവുകൾ ഓർക്കുമല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന ജനത്തോട് കണക്കിടല്ലേ. ക്രൂശ് കൊണ്ട് മറച്ചു നിർത്തണമേ. ഹല്ലേലൂയ. വാക്കുകളിൽ തന്നെ ദൈവകൃപ തരണം. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ സ്പർശനം ഈ രാത്രിയിൽ ഉണ്ടാകുവാൻ ഇടയാക്കണമേ. ഞങ്ങളെ ഒരുപോലെ ചെത്തി ശുദ്ധീകരിക്കുന്ന, ഹല്ലേലൂയ, ഞങ്ങളുടെ തലയിൽ എണ്ണ വർദ്ധിക്കുന്ന, ഞങ്ങളുടെ വസ്ത്രം കുറച്ചുകൂടെ വെള്ളയായി മിന്നുന്ന ഒരു രാത്രിയാകുക. സ്വർഗ്ഗം ഇടയാക്കുമാറാകണമേ. വചനം കൊണ്ട് ശുശ്രൂഷിപ്പാൻ അടിയനെ ബലപ്പെടുത്തണം. ജനത്തെ ഒരുക്കിയിരുത്തണം. വചനത്തിന്റെ പൂർണ്ണയളവിൽ വെളിപ്പെട്ട് വരണം. ക്രിയ ചെയ്യണം. സ്പർശനം നടക്കണം. ഇതിന്റെ ഫലം അല്ലെങ്കിൽ നിത്യതയിൽ പ്രാപിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണം. അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ മഹത്വം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. നമുക്കറിയാം വിശുദ്ധ പത്രോസ് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം എഴുതിയ ഈ ലേഖനം 2 ഭാഗങ്ങളായി നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒത്തിരി പുസ്തകങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും, ഒത്തിരി ലേഖനങ്ങളൊന്നും എഴുതിയിട്ടില്ലെങ്കിലും വളരെ കാതലായ ചില സന്ദേശങ്ങൾ തന്റെ ചെറിയ 2 ലേഖനത്തിലൂടെ ഈ ലോകത്തിന് കൊടുത്തിട്ട് പോയ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശിഷ്യനാണ് വിശുദ്ധ പത്രോസ് എന്ന് നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. പത്രോസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മൾ ഒരു എടുത്തിയാട്ടക്കാരൻ എന്നുള്ള ഒരു ചിന്തയാ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതെങ്കിൽ പോലും, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, നമ്മുടെ കണ്ണിൽ പത്രോസ് അങ്ങനെയൊക്കെ ആണെങ്കിലും സ്വർഗം പത്രോസിനെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ഒരു പാറക്കഷ്ണമായി കണ്ട, ഹല്ലേലൂയ, പത്രോസിനെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ, നമുക്കറിയാം. ഹല്ലേലൂയ, ശിമോൻ എന്ന വാക്കിന്റെ അർത്ഥം റീഡ് എന്നും, ഹല്ലേലൂയ, പീറ്റർ എന്ന വാക്കിന്റെ അർത്ഥം റോക്ക് പീസ് എന്നുമാ. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അവനെ ഒരു റീഡായിട്ട്, ഒരു ഞാങ്ങണയായിട്ട്, ആടിപ്പോകുന്ന ഒരുവനായിട്ട്, ഒടിഞ്ഞു പോകുന്ന ഒരുവനായിട്ട്, പ്രയോജനമില്ലാത്ത ഒരുവനായിട്ട് ഒക്കെയാണ് ലോകം കണ്ടുകൊണ്ടിരുന്നതെങ്കിലും, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ അകത്ത് ഒരു അപ്പോസ്തലനെ കണ്ട് അവനെ വിളിച്ച ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ലോകം മുഴുവൻ, ഹല്ലേലൂയ, വെറും ഒരു മീൻപിടുത്തക്കാരനായി, ഹല്ലേലൂയ, സ്തോത്രം, വേണ്ട വിധത്തിൽ സിനഗോഗിൽ പോലും തക്ക സമയത്ത് പോകാത്ത ഒരുവനായി അവന്റെ ജീവിതം നയിക്കുമ്പോൾ, ഞാനിത് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, യേശു, ഹല്ലേലൂയ, സ്തോത്രം, തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് പത്രോസ് താമസിക്കുന്ന പട്ടണത്തിൽ വന്ന് ആ ഞായറാഴ്ച, ഹല്ലേലൂയ, സ്തോത്രം, പത്രോസ് പോകാൻ സാധ്യതയുള്ള സിനഗോഗിൽ ചെന്നിട്ട് പോലും പത്രോസിനെ യേശുവിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ, സ്തോത്രം. പിന്നീട് കടൽക്കരയിൽ പോയി കണ്ടെത്തേണ്ടി വന്ന ആ ഭാഗം സുവിശേഷങ്ങൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. അപ്പോ അത്ര പോലും ആത്മീയത ഇല്ലെന്ന് പത്രോസിനും ചുറ്റുപാടുമുള്ളവർക്കും വീട്ടുകാരും എല്ലാവരും മുദ്ര കുത്തിയിട്ടിരിക്കുന്ന ഒരുവനെ അവന്റെ ഉള്ളിൽ, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം, ഒരു അപ്പോസ്തലത്വം മാത്രമല്ല, പുതിയ നിയമ ദൈവസഭയുടെ ഒരു തൂണായി അവനെ കണ്ട ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആ കണ്ണുള്ള സ്വർഗം, ആ കണ്ണുള്ള ദൈവം ഇന്നും നമ്മുടെ നടുവിലുള്ളതാണ്. നമ്മളിൽ ഓരോരുത്തരും ഇവിടെ ആയിരിക്കുന്നത്. അല്ലെങ്കിൽ മാർക്കിട്ട് മാറ്റി നിർത്താനായിരുന്നെങ്കിൽ നമ്മളിൽ എനിക്കൊന്നൊരു മെജോറിറ്റി ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഇതിനകത്ത് വന്നിട്ട് പോലും, ഇതിനകത്തുള്ളവർ മാർക്കിട്ടാൽ പോലും, അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോഴും നിലനിൽക്കാനുള്ള യോഗ്യതകൾ മനുഷ്യ കണ്ണിൽ ഇല്ലാത്തപ്പോഴും, നമ്മുടെ കണ്ണിൽ ഇല്ലാത്തപ്പോഴും, ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഭാവിയിൽ, ഹല്ലേലൂയ, നാളെ നമ്മൾ എന്താകുമെന്ന, ഹല്ലേലൂയ, തമ്പുരാന്റെ ഹൃദയത്തിലുള്ള ഉറപ്പ നമ്മളെ ഇന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതോർത്ത് നമുക്ക് മനഃപൂർവ്വമായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെട്ടു പോകണ്ട. ഇപ്പൊ ഒന്നും നടക്കുന്നില്ല, ഇപ്പൊ ഒന്നും സംഭവിക്കുന്നില്ല, ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടും, ഞാൻ ചില കമ്മിറ്റ്മെന്റ്സ്, ഹല്ലേലൂയ, എടുത്തിട്ടും, സമർപ്പണത്തിൽ നിന്നിട്ടും, ഹല്ലേലൂയ, ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിച്ച് ആരെങ്കിലും വേദനയോടെ ഇരിക്കുന്നെങ്കിൽ ഈ രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയല്ല, ഹല്ലേലൂയ, സ്തോത്രം, അല്ലയോ പത്രോസേ, ഒരു 3.5 വർഷം കഴിയുമ്പോൾ, അല്ല, ഹല്ലേലൂയ, സ്തോത്രം, കുറച്ചു കാലം കൂടെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, ദൈവസഭ ഉപദ്രവിക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, അവരെ ഉറപ്പിച്ചു നിർത്താൻ, ഹല്ലേലൂയ, സ്തോത്രം, നീ ഒരു തൂണ. അതുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റത്തില്ല. അതുകൊണ്ടാ, ഹല്ലേലൂയ, തള്ളി പറഞ്ഞിട്ടും, ഹല്ലേലൂയ, സ്തോത്രം, വല വീശാൻ പോയിട്ടും, ഹല്ലേലൂയ, തിബരിയാസിന്റെ കരയിൽ ചെന്ന് നിന്ന, ഹല്ലേലൂയ, അവനെ വിളിച്ചു കൊണ്ടുവന്ന്, ഹല്ലേലൂയ, മടക്കി യഥാസ്ഥാനപ്പെടുത്തുന്നത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം. എത്രയോ പ്രാവശ്യം, ഹല്ലേലൂയ, ഫിസിക്കലി പടകും വലയും എടുത്തില്ലെങ്കിൽ പോലും, ഹല്ലേലൂയ, എത്ര വട്ടം നമ്മുടെ അകത്ത് പടകും വലയും എടുത്തവരാ നമ്മൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. നമ്മുടെ അകത്ത് നമ്മുടെ വിളിയെ നോക്കി, ഹല്ലേലൂയ, സ്തോത്രം, ഇനി
ഇതിനകത്ത് എനിക്ക് തുടരാൻ കഴിയത്തില്ലെന്ന് ചിന്തിച്ച് ഹല്ലേലൂയ സ്തോത്രം അകത്ത് ഹല്ലേലൂയ എല്ലാം വിട്ടു പോയ എത്രയോ തിബിരിയാസിന്റെ രാത്രികാലം നമ്മുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്റെ സ്വന്തം അനുഭവത്തിൽ ഞാൻ പറയാം. എല്ലാം മടക്കി വെച്ച് ഹല്ലേലൂയ പല രാത്രികളിലും ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. മതി ഹല്ലേലൂയ സ്തോത്രം, ഇനി ഇത് വേണ്ടെന്ന് വിചാരിച്ച ഹല്ലേലൂയ കിടന്ന പല രാത്രികളിലും സ്വപ്നം തന്ന ഒരു ദൈവമുണ്ട്, ഹല്ലേലൂയ ദർശനം തന്ന ദൈവമുണ്ട്. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വചനത്തിലൂടെ ഹൃദ്യമായി സംസാരിച്ച് മടക്കി കൊണ്ടുവന്ന ഹല്ലേലൂയ ഹല്ലേലൂയ വീണ്ടും വെളിയിൽ ഉറപ്പിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇന്നും നിങ്ങളുടെ നടുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഓർത്ത് സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഹല്ലേലൂയ മനുഷ്യർ കാണുന്നത് പോലെ നമ്മളെ കാണാത്ത ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം മനുഷ്യർ ഹല്ലേലൂയ ഹല്ലേലൂയ ചില സമയത്ത് ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും. മനുഷ്യർ ചിലപ്പോൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യും. പക്ഷെ സ്വർഗം ഹല്ലേലൂയ ഒരു ബന്ധം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നിത്യതയോളം തുടരാൻ ആരംഭിച്ചിരിക്കുന്ന ബന്ധമാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് വരുമ്പോൾ ചിലപ്പം ഹല്ലേലൂയ സ്തോത്രം നമ്മളെ കൊണ്ട് പ്രയോജനമുള്ളപ്പോൾ മനുഷ്യർ നമ്മുടെ കൂടെ നിന്നിരിക്കും. ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ പ്രയോജനമുള്ളപ്പോൾ, കൊടുക്കാൻ പ്രയോജനമുള്ളപ്പോൾ ഒക്കെ ഹല്ലേലൂയ മനുഷ്യർ നമ്മുടെ കൂടെ നിൽക്കുമായിരിക്കാം. പക്ഷെ നമ്മൾ ആത്മാവിൽ ക്ഷീണിച്ചു പോയാൽ ഹല്ലേലൂയ എത്ര ശുശ്രൂഷയിൽ കത്തി നിന്നവനാണെങ്കിലും ഹല്ലേലൂയ അവരെ ചിലപ്പോൾ നമ്മൾ പിന്നീട് മൈൻഡ് ചെയ്തെന്ന് വരത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അവരെ അങ്ങനെ വിട്ടുകളയാത്ത ഒരു സ്വർഗം ജീവിക്കും. നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. വിശുദ്ധ പത്രോസ് ഹല്ലേലൂയ സ്തോത്രം ഈ ലേഖനം ഹല്ലേലൂയ എഴുതുന്നത് ഏകദേശം AD 60 അടുത്ത കാലഘട്ടങ്ങളിലാണെന്ന് പറയപ്പെടുന്നു. ഇത് എഴുതുന്നതിന്റെ പ്രധാനപ്പെട്ട പശ്ചാത്തലം ഹല്ലേലൂയ സ്തോത്രം ജനം ചിതറിക്കപ്പെട്ടു, സഭ ചിതറിക്കപ്പെട്ടു. ഹല്ലേലൂയ ക്രിസ്ത്യാനികൾ അതിഭയങ്കരമായ കഷ്ടങ്ങളിലൂടെ പോകുന്നു. ഹല്ലേലൂയ സ്തോത്രം. സഭയ്ക്ക് വലിയ പ്രതികൂലം ഹല്ലേലൂയ നേരിടുന്ന സമയത്ത് ഹല്ലേലൂയ പ്രതികൂലത്തിലിരിക്കുന്ന, കഷ്ടത്തിലിരിക്കുന്ന, വേദനയിലിരിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഈ വേദനയെല്ലാം കൂടെ വന്നപ്പോ അങ്ങ് ഒതുങ്ങാനായിട്ട് ചിതറിപ്പോയപ്പോ ഇനി ജീവിക്കാൻ പറ്റത്തില്ലെന്ന് ഹല്ലേലൂയ തോന്നുന്ന വിധത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒറ്റപ്പെട്ട് ചിതറിക്കിടക്കുകയാ. കൂട്ടമായിട്ടിരുന്ന ആ ഒരു ബലം പോലും ഇല്ലാതെ ചിതറിക്കിടക്കുന്ന ഈ ദൈവസഭയോട് ഹല്ലേലൂയ പത്രോസ് പറയുകയാണ്, ഹല്ലേലൂയ നിങ്ങളുടെ കഷ്ടങ്ങൾ സാരമില്ല, നിങ്ങൾ ഇതിനകത്ത് പിടിച്ചു നിൽക്കണം. ഹല്ലേലൂയ സ്തോത്രം. കാരണം നമ്മൾ ഈ ഭൂമിക്കുള്ളവരല്ല. ഈ കഷ്ടങ്ങളെല്ലാം ഈ ഭൂമി കൊണ്ട് തീരും. ഈ കഷ്ടങ്ങളെല്ലാം അടുത്ത ചില വർഷങ്ങൾ കൊണ്ട് തീരും. പക്ഷെ നമ്മുടെ പ്രത്യാശ ഈ ഭൂമിയിലെ ഒന്നുമല്ല. ഇത് പറയാനായിട്ടാണ് അപ്പോസ്തലൻ ഹല്ലേലൂയ ഈ പുസ്തകത്തിലൂടെ ശ്രമിക്കുന്നത്. ഇന്ന് പാടിയ പാട്ടുകളെല്ലാം പ്രത്യാശയുടേതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിച്ചു, വാസ്തവത്തിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവനുള്ള പ്രത്യാശയെ കുറിച്ച് ഉറപ്പ് തരുന്ന ഒരു പുസ്തകമായി, ഉറപ്പ് തരുന്ന ഒരു പുസ്തകമായത്. ഈ പത്രോസിന്റെ ലേഖനം, ഒന്നാമത്തെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഈ അധ്യായങ്ങളെല്ലാം നമ്മൾ മറിച്ചു പോകുമ്പോൾ 5 അധ്യായങ്ങളാണല്ലോ ഉള്ളത്. ഹല്ലേലൂയ സ്തോത്രം. ഇതിനകത്തല്ല എല്ലാ അധ്യായത്തിലും നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്നറിയാമോ? ജീവൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ജീവനുള്ളത് അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് എല്ലാ അധ്യായത്തിലും നമുക്ക് കാണാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. 1-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമോ? ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളത് നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചു. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു, 1-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ജീവനുള്ള ദൈവവചനത്താലാണ് നമ്മൾ വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ. ഹല്ലേലൂയ സ്തോത്രം. ചീത്തയായി പോകാത്ത, ഹല്ലേലൂയ നശിച്ചു പോകാത്ത ഒന്നിനാൽ, ജീവനുള്ള ഒന്ന് വെച്ചാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? 1-ാം അധ്യായത്തിൽ തന്നെ അതിന്റെ 5-ാം വാക്യത്തിലേക്ക് പോയാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജീവനുള്ള വചനം വെച്ച് നമ്മളെ ഇങ്ങനെ വീണ്ടും ജനിപ്പിച്ചത്? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോ ഈ ജീവനുള്ള വചനം വെച്ച് നമ്മളെ ജീവിപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ജീവിക്കുന്ന ഒരു പ്രത്യാശ, ഒരു ജീവനുള്ള ഒരു പ്രത്യാശ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ മുന്നിൽ. ഞാൻ ജീവൻ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്കറിയാം ഈ ജീവൻ അങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ മരിച്ചു തീർന്നു എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അപ്പോ ഈ ജീവൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം, നിലനിൽക്കുന്ന ഇറ്റേണൽ ആയിട്ടുള്ള നശിച്ചു പോകാത്ത ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിന്റെ പ്രതിപാദന വിഷയം ഹല്ലേലൂയ സ്തോത്രം ജീവനുള്ള വചനം വെച്ച് നമ്മളെ ജീവനിലേക്ക് കടത്തിയിരിക്കുന്ന
ജീവിക്കുന്നത് ജീവനുള്ള ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ്. അത് ഇന്നും ജീവിക്കുന്നു. ഈ പ്രത്യാശയുടെ പ്രത്യേകതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്? അന്ത്യകാലത്താണ് വെളിപ്പെടാൻ പോകുന്നത്. ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. നമുക്ക് അതിന്റെ ഒരു ചെറിയ ഗ്ലിംസ് ഇവിടെ കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. അന്ത്യകാലത്തിലാണ് ഇത് വെളിപ്പെടാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദൈവശക്തിയാൽ ഹല്ലേലൂയ കാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. മാത്രമല്ല ഹല്ലേലൂയ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നതാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിനകത്ത് ഇപ്പോഴും ജീവനുണ്ട്. ഇത് നശ്വരമല്ല, നശിച്ചു പോകുന്നതല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് ക്ഷയമുള്ളതല്ല, ഇത് മാലിന്യമുള്ളതല്ല, ഇത് വാട്ടമുള്ളതല്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്നിക്കയുള്ള ഈ അവകാശത്തിനായിട്ടാണ്, ഒരു ജീവനുള്ള അവകാശത്തിനായിട്ട്, അങ്ങനെ ഒരു പ്രത്യാശയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 1-ാം അധ്യായത്തിലെ ഹല്ലേലൂയ, സ്തോത്രം പ്രധാനപ്പെട്ട വിഷയം അവിടെ ഹല്ലേലൂയ ജീവനെ കുറിച്ച് കാണിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ജീവനുള്ള വചനം കൊണ്ട് നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. 2-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെയും ചില ജീവൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കുമോ? മനുഷ്യരെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാക്കേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോ 1-ാമത്തെ അധ്യായത്തിൽ ജീവനുള്ള വചനം കൊണ്ട് നമ്മളെ ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 2-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ജീവനുള്ള കല്ലായ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന, ജീവനുള്ള കല്ലായ മൂലക്കല്ലായ ആ ക്രിസ്തുവിനോട് ചേർത്ത് പണിയപ്പെടുന്ന ജീവനുള്ള കല്ലുകളാകാനായിട്ടാണ് സ്വർഗം നമ്മളെ വേർതിരിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോ ഈ ഒരു കല്ല്, മൂലക്കല്ല് മാത്രം ജീവനോടെ ഇരിക്കുകയല്ല, ജീവനുള്ള ഹല്ലേലൂയ, സ്തോത്രം. 1-ാം അധ്യായത്തിൽ ജീവനുള്ള വചനം കൊണ്ട് വീണ്ടും ജനിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും ആ ജീവനിൽ നിലനിൽക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, സമൃദ്ധിയായ ജീവനുള്ള ഹല്ലേലൂയ, സ്തോത്രം, ആ മൂലക്കല്ലിനോട് ചേർത്ത് ഒരാത്മീയ ഗ്രഹം ദൈവം പണിയും. അതിനകത്തു നിന്ന് ഉയരുന്ന ഒരു ജീവനുള്ള യാഗം, അതിന്റെ ഒരു സൗരഭ്യം, അതൊക്കെ ദൈവം ഹല്ലേലൂയ, സ്തോത്രം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. 1-ാം അധ്യായത്തിൽ ജീവനുള്ള വചനം കൊണ്ട് ഹല്ലേലൂയ, സ്തോത്രം, ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായി നമ്മളെ ഹല്ലേലൂയ, സ്തോത്രം വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. 2-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ആ ജീവനിൽ നിലനിൽക്കുന്ന ജീവനുള്ള കല്ലുകളായ നമ്മളെ ഹല്ലേലൂയ, ശ്രേഷ്ഠവും മാന്യവുമായ ഹല്ലേലൂയ, സമൃദ്ധിയായ ജീവനുള്ള യേശു ക്രിസ്തുവാകുന്ന ആ ജീവനുള്ള കല്ലിനോട് ചേർത്ത് വെച്ച് ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, വെറും ഒരു കെട്ടിടമല്ല, ഹല്ലേലൂയ, സ്തോത്രം, യാഗം നടക്കാൻ പറ്റുന്ന, നിരന്തരമായ സൗരഭ്യവാസനം ഉയർത്താൻ പറ്റുന്ന ആത്മീക ഗ്രഹം പണിയാനായി നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. 3-ാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വായിക്കുമോ? അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടത് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്ന് അവർക്ക് ബഹുമാനം കൊടുത്തു. അപ്പോ ഹല്ലേലൂയ, സ്തോത്രം, ജീവനുള്ള വചനം കൊണ്ട് നമ്മളെ ഒരു ജീവനുള്ള പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ചിട്ട് ഹല്ലേലൂയ 2-ാം അധ്യായത്തിലേക്ക് കൊണ്ടുവന്ന് ആ ജീവനുള്ള ശ്രേഷ്ഠവും മാന്യവുമായ കല്ലിനോട് ചേർത്ത് വെച്ച് ജീവനുള്ള കല്ലായി നമ്മളെയും ചേർത്ത് പണിത് വരുന്നതിന്റെ ഇടയിൽ ഹല്ലേലൂയ, സ്തോത്രം, ഒരു കാര്യം ഓർക്കണം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ബലഹീനത വന്നാൽ, ഒരു പ്രയാസം വന്നാൽ, ഒരു വേദന വന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, കുടുംബവുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഹല്ലേലൂയ, സ്തോത്രം, ദൈവം പറയുന്ന ഒരു ആലോചനയാണ്. ഹല്ലേലൂയ, സ്തോത്രം, ഇതൊരു ആത്മീകരമായി ചേർന്ന് ഇങ്ങനെ പണിത് ചുമ്മാതിരിക്കാനല്ല. ഹല്ലേലൂയ, സ്തോത്രം, ജീവന്റെ ഹല്ലേലൂയ, സ്തോത്രം, കൃപയ്ക്ക് നമ്മളെ കൂട്ടവകാശികളാക്കാൻ, ഒരു ലിവിങ് ഗ്രേസ്, ജീവനുള്ള കൃപയ്ക്ക് ഒരു കൂട്ടവകാശം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് തോന്നുന്ന ചെറിയൊരു ഫീലിംഗ് ഒന്നും അല്ല കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, ഈ കൃപയിൽ ഈ നമ്മൾ അനുഭവിക്കുന്ന ഈ കൃപ ഹല്ലേലൂയ, സ്തോത്രം, ജീവനുള്ളതാ. ഇതിങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുന്നതാ, ചലിച്ചുകൊണ്ടേ ഇരിക്കുന്നതാ. ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ ഒരു കൂട്ടവകാശം
അത് തരാനും വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവനുള്ള വചനം കൊണ്ട് വീണ്ടും ജനിപ്പിച്ച് ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായി ഹല്ലേലൂയ സ്തോത്രം, പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്ന് ഹല്ലേലൂയ ജീവനുള്ള കല്ലുകളായി ഹല്ലേലൂയ സ്തോത്രം ഇതിനോട് ചേർത്ത് വെച്ച് പണിത് ജീവന്റെ കൃപയ്ക്കൊരു കൂട്ടവകാശം, അതിനു വേണ്ടിയിട്ടാണ് തമ്പുരാൻ നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 4-ാം അധ്യായത്തിലേക്ക് പോകുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. 4-ാം അധ്യായത്തിലേക്ക് ഞാൻ പിന്നീട് മടങ്ങി വരും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ 5-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഓർക്കുക, ഇങ്ങനെയെല്ലാം ജീവനുള്ള പ്രത്യാശയ്ക്കായിട്ട് വീണ്ടും ജനിപ്പിച്ചു, ജീവന്റെ കൃപയുടെ കൂട്ടവകാശമുണ്ട്, ഇതെല്ലാമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴും നിങ്ങൾ ഓർക്കണം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഓർക്കണം. ജനം കഷ്ടപ്പെടുകയാണ്, ജനം ഭയങ്കര സഫറിങ്ങിലൂടെ പോകുക, വേദനയിലൂടെ പോകുക, ചിതറിക്കിടക്കുകയാ. ഹല്ലേലൂയ സ്തോത്രം. ഇതെല്ലാം പറയുമ്പോൾ ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ പിടിച്ചു നിൽക്കണം കേട്ടോ, നിങ്ങൾക്കൊരു ജീവനുള്ള പ്രത്യാശയുണ്ട്, നിങ്ങൾ ജീവന്റെ കൃപയുടെ കൂട്ടവകാശമാണ് നിങ്ങൾക്ക്, അല്ലെങ്കിൽ ആ അവകാശമാണ് നിങ്ങൾക്ക് ലഭിക്കാം, ഇവിടുത്തേതെല്ലാം ഇനി പോയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരെ എൻകറേജ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവസാനം ഹല്ലേലൂയ സ്തോത്രം 5-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറഞ്ഞു വെക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന കൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. അപ്പോ അവിടെ പറയുകയാണ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഈ നിങ്ങൾ ഇപ്പൊ അല്പകാലത്തേക്ക് നിങ്ങൾ കഷ്ടം സഹിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഹല്ലേലൂയ ജീവിക്കുന്ന ഇന്നും നിലനിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഒരു റെസ്റ്റോറേഷൻ, ഒരു യഥാസ്ഥാപനം നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടണ്ട. ജീവനുള്ള വചനം കൊണ്ട് വീണ്ടും ജനിപ്പിക്കപ്പെട്ടു, ജീവനുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഉള്ളിൽ തന്നു, ജീവനുള്ള ഒരു ഗ്രഹത്തിന്റെ അല്ലെങ്കിൽ പാർട്ടായിട്ട് നമ്മളെ ചേർത്തു, ജീവന്റെ കൃപയ്ക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടവകാശത്വം ഉണ്ടെന്ന് നമ്മളോട് പറഞ്ഞു. മാത്രമല്ല അല്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അല്പകാലത്തേക്ക് നിങ്ങൾ കഷ്ടം സഹിക്കുകയാണെങ്കിലും നിങ്ങൾ ഭാരപ്പെടേണ്ട, ജീവനുള്ള നിലനിൽക്കുന്ന നിത്യമായ ഒരു ഇറ്റേണൽ റെസ്റ്റോറേഷൻ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതാണ് ഈ പുസ്തകത്തിന്റെ കാതലായ സന്ദേശം. 4-ാം അധ്യായം ഞാൻ വിട്ടുകളഞ്ഞു, കാരണം ഹല്ലേലൂയ സ്തോത്രം അതിനകത്ത് നിന്നാണ് ഒരു ചില കാര്യങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം വിഷയം എന്താണ്? 4-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കുമോ? ജഡത്തിൽ കഷ്ടം അനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഈ മനുഷ്യരുടെ മോഹം ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോ 4-ാം അധ്യായം, ഈ 5-ാം അധ്യായത്തിലെ ആ ലിവിംഗ് റെസ്റ്റോറേഷൻ, ആ ഇറ്റേണൽ റെസ്റ്റോറേഷനിലേക്ക് കടക്കണമെങ്കിൽ 5-ാം അധ്യായത്തിൽ നമുക്ക് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സ്തോത്രം 1-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങിയ ക്ഷയം, വാട്ടം, മാലിന്യം ഇതൊന്നുമില്ലാത്ത ആ ലിവിംഗ് ഹോപ്പ് അല്ലെങ്കിൽ ആ ഇറ്റേണൽ ഹോപ്പ്, അവിടെയാണ് നമ്മുടെ റെസ്റ്റോറേഷൻ, ശരിക്കുള്ള റെസ്റ്റോറേഷൻ അവിടെയാണ് നടക്കുന്നത്. അതിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ഈ 4-ാം അധ്യായത്തിലെ വിഷയം നടക്കും. എന്നെങ്കിൽ മാത്രമേ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ അവൻ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കുന്ന ഒരു അനുഭവം നമുക്ക് ഉണ്ടാകത്തുള്ളൂ. അല്ലെ സ്തോത്രം. അതുകൊണ്ട് 4-ാം അധ്യായത്തിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ലിവിംഗ് ടു ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം, ദൈവത്തിന്റെ ഇഷ്ടത്തിന് ജീവിക്കണം. ഇതിനെ ഞാൻ ഇങ്ങനെ പറയും, ലിവിംഗ് ടു ദ ഹാർട്ട് ഓഫ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ഹൃദയത്തിനൊത്ത് ജീവിക്കണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അത് ഓരോ ചുവട് വെക്കുമ്പോഴും ദൈവത്തിന്റെ ഹൃദയസ്പന്ദനം നമുക്ക് അറിയുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ സ്തോത്രം. അതിന് ഏത് കഷ്ടം ഫേസ് ചെയ്യേണ്ടി വന്നാലും, ഏത് കഷ്ടത്തിന്റെ നടുവിലാണെങ്കിലും ആ ഹൃദയസ്പന്ദനം അനുസരിച്ചാണ് നമ്മൾ ചുവട് വെക്കുന്നതെങ്കിൽ ഈ റെസ്റ്റോറേഷനിലേക്ക് നമ്മൾ നടന്നെടുക്കും. അത് ഈ ഫിസിക്കൽ റെലമിലും സ്പിരിറ്റ് റെലമിലും ദൈവത്തിന്റെ, if you are going to live to the will of God, then we are getting more closer to the restoration which is promised. അതിന് ഈ ഭൂമിയുടെ തലത്തിലും ഭൗതിക തലത്തിലും ആത്മീയ തലത്തിലും ആ റെസ്റ്റോറേഷനിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കണമെങ്കിൽ we have to live
ടു ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ആ ഹിതത്തിനനുസരിച്ച് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നമുക്ക് നടക്കുവാൻ ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. ഹല്ലേലൂയ സ്തോത്രം. ഇത് കഴിയണമെന്ന് ഇനിയിപ്പം സിസ്റ്റർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് അറിയാം ഇത്. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കണം, ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കണം. ഇത് എത്രയോ കാലമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാ. ഇനി എങ്ങനെയാ ജീവിക്കാൻ പറ്റുക? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം അനുസരിച്ച് ജീവിക്കണമെന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷെ എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും? ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പക്ഷെ ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നിൽക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് ഇടപെട്ട വചനമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. എങ്ങനെയാ നമുക്ക് ഈ വില്ലിനകത്ത് നിൽക്കാൻ പറ്റുന്നത്, ഈ ഇഷ്ടത്തിനകത്ത് നിൽക്കാൻ കഴിയുന്നത്? 6-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു 4, 2, 3, 4, 6 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമോ? ജഡത്തിൽ കഷ്ടമനുഭവിച്ച് ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിന്റെ ഇഷ്ടത്തിനത്ര ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുക്കൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത്. അപ്പൊ ജാതികളുടെ ഇഷ്ടത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കും. To get rid of the will of the Gentiles, അല്ലെങ്കിൽ ജാതികളുടെ ഇഷ്ടം, ജാതികളുടെ ഇഷ്ടം അല്ലെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടത്തിൽ നിന്ന് നമുക്ക് പുറത്തു വരുവാനായിട്ട് കഴിയണം. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ ജഡത്തിന്റെ എന്തെങ്കിലും ഒരു ചെറിയ സംഭവത്തിലേക്ക് പോകുമ്പോൾ ആത്മാവ് നമ്മുടെ ഉള്ളിലുള്ളത് കൊണ്ട് ആത്മാവ് നമ്മളെ ഇങ്ങനെ ഒരു ചെറിയ കള്ളമാണെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ആരെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ പരിശുദ്ധാത്മാവിനോട് സെൻസിറ്റീവ് ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ അകത്ത് വരുന്ന ആ ഒരു വൈബ്രേഷൻ, അയ്യോ ഇത് ശരിയല്ല എന്ന് പറയുന്ന ഒരു ഇത്. സ്തോത്രം. അതിനോട് നമ്മൾ സെൻസിറ്റീവ് ആണെങ്കിൽ കൂടുതൽ ഷാർപ്പായിട്ട് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റ് ഒന്നും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണത്തില്ല, പക്ഷെ അതിന്റെ ഏതെങ്കിലും ഒരു ചെറിയ വേർഷൻ എങ്കിലും ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാം. കാമാർത്തി, മോഹം, വീഞ്ഞുകുടി, വെറിക്കൂത്ത്, മദ്യപാനം, ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധന. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. വിഗ്രഹാരാധന ഒക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വിഗ്രഹങ്ങളായി നമുക്ക് മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതിനകത്തുനിന്ന് വിട്ട് ജീവിക്കണം എന്ന് മാത്രമല്ല, എന്ത് വിടണം എന്നുള്ളതിനേക്കാൾ എന്ത് ചെയ്യണം എന്ന് പറയാനാണ് ഞാൻ വേഗത്തിൽ ഓടിപ്പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ദുർനടപ്പിന്റെ അതേ നിങ്ങൾക്കറിയാമോ, ഈ വാക്യമാണ് അഗസ്റ്റിനെ സെന്റ് അഗസ്റ്റിനാക്കി മാറ്റിയത്. ഈ വാക്യം അഗസ്റ്റിൻ പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ, വളരെ പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു മാതാവിന്റെ ഹല്ലേലൂയ സന്തതിയായിരുന്നു. അവൻ വളരെ മദ്യപാനത്തിലും വെറിക്കൂത്തിലും വളരെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം മോശപ്പെട്ട ജീവിതം നയിച്ച് ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ട് ഹല്ലേലൂയ എല്ലാ വിധത്തിലും ഹല്ലേലൂയ മാനുഷികമായി ഹല്ലേലൂയ സ്തോത്രം ജഡത്തിന്റെ എല്ലാ സുഖങ്ങളിലേക്കും ലോകത്തിൻ്റെതായ എല്ലാ വഴികളിലേക്കിലൂടെയും യാത്ര ചെയ്യുമ്പോഴും അവന്റെ പിന്നിൽ കരയുന്ന ഒരു മാതാവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൾ ഇങ്ങനെ കരഞ്ഞു ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ പൂർണ്ണ മദ്യപാനിയായി, തലയ്ക്ക് യാതൊരു വെളിവില്ലാത്ത വിധത്തിൽ പൂർണ്ണ മദ്യപാനിയായി താൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ വീട്ടിലേക്ക് തനിക്ക് നേരെ ചൊവ്വേ നടക്കാൻ പോലും, അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് നമുക്ക് വായിക്കാൻ കഴിയും, നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം നടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരു വീടിന്റെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് പിറ്റേ ദിവസം സൺഡേ സ്കൂളിൽ പറയാനായിട്ട് ഒരു വാക്യം ഒരു പെൺകുട്ടി കാണാതെ പഠിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവൾ ഹല്ലേലൂയ സ്തോത്രം ഇദ്ദേഹത്തിന് സ്പീഡിൽ നടന്നു പോകാൻ പറ്റുന്നില്ല. ആ വീടിന്റെ അടുത്ത് എത്തിയപ്പോൾ അദ്ദേഹം അവിടെ എവിടെയോ ഇരിക്കുകയോ ചാരി നിൽക്കുകയോ എന്തോ ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. ഈ പെൺകുട്ടി ബാൽക്കണിയിൽ നിന്നുകൊണ്ട് വാക്യം കാണാതെ പഠിക്കുകയാണ്. അവൾ പറയുകയാണ്, ഹല്ലേലൂയ കാമാർത്തികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറിക്കൂത്തിയിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഇതങ്ങ് പറഞ്ഞു നിർത്തിയേച്ച് ഈ പെൺകുട്ടി വീണ്ടും ഇത് പറയാം, കാലം പോക്കിയത് മതി. ഇതൊരു 5-6 പ്രാവശ്യം കൊച്ചു പഠിക്കുമല്ലേ. ഹല്ലേലൂയ സ്തോത്രം. ഇതിങ്ങനെ മെമ്മറൈസ് ചെയ്യാനായിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഈ വചനം ഇദ്ദേഹത്തിന്റെ ഉള്ളിൽ ക്രിയ ചെയ്തു. മൂക്കറ്റം കുടിച്ചിരിക്കുകയാണ് മലയാള ഭാഷയിൽ പറഞ്ഞ. ഹല്ലേലൂയ സ്തോത്രം. ആ സമയത്ത് ഈ വചനം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഒരു വാളകത്ത് കയറുന്നത് പോലെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ കയറി. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ കാലം പോക്കിയത് മതി. ഇദ്ദേഹത്തിന് കണ്ണു തുറന്നു നോക്കിയിട്ട് ഇത് എവിടുന്ന ശബ്ദം വരുന്നതെന്ന് അറിയത്തില്ല. ദൈവം സംസാരിക്കുവാണെന്നോ അശരീരി കേൾക്കുവാണെന്നോ എന്താണ്ട് അദ്ദേഹം ചിന്തിക്കുന്നത്. ഈ ബാൽക്കണിയിൽ നിൽക്കുന്ന കൊച്ചിനെ കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അതിന്റെ നടുവിൽ ഞാനൊരു കാര്യം പറയാം. ചുമ്മാതാണെങ്കിലും വാക്യം എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് നടന്നാൽ അതിന് പ്രയോജനമുണ്ട്. അവൾ അറിയാതെ
ലോകത്തിന് ഒരു വിശുദ്ധ അഗസ്റ്റീനെ അവൾ സമ്മാനിച്ചു. അവൾ കാണാതെ പഠിച്ച മെമ്മറൈസ് ചെയ്ത ഒരു വാക്യം. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത് ഇത് കെടാത്ത ബീജമാണ്, ഇത് ജീവനുള്ളതാണ്, ഇതിന് പ്രവർത്തിക്കാൻ കഴിയും. അന്ന് അഗസ്റ്റിൻ രൂപാന്തരപ്പെട്ടു. ആ ഒരൊറ്റ വാക്യം. അല്ലെങ്കിൽ സ്തോത്രം. സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ സ്തോത്രം. താഴോട്ട് വായിച്ച്, ദുർനടപ്പിന്റെ അതേ കവചിലും നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നു, അപൂർവം ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായവിധിക്കാൻ ഒരുങ്ങിയിരിക്കുന്നവൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അല്ലെങ്കിൽ സ്തോത്രം. ഇതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ചെയ്യരുത്, കണക്ക് ബോധിപ്പിക്കേണ്ടി വരും, അതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ വായിക്കുകയാണ്, ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കണം. അതിന്റെ മുമ്പിൽ പറഞ്ഞു, ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. ഈ വാക്യം ഹല്ലേലൂയ സ്തോത്രം ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. പലരും ഹല്ലേലൂയ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായി കോട്ട് ചെയ്യുന്ന ഒരു വാക്യമാണിത്. ഒത്തിരി പേരോട് പറഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കൽ സുവിശേഷം കേട്ടിട്ട്, ജീവിച്ചിരിക്കുമ്പോൾ സുവിശേഷം കേട്ടിട്ട് അത് അനുസരിക്കാതെ മരിച്ചവരെ കുറിച്ചാണ് പറയുന്നത്. മരിച്ചവരോടും, ഇപ്പൊ മരിച്ചുപോയി, അവർ ജാതികളുടെ ഇഷ്ടത്തിന് നടന്നു, പക്ഷെ അവർ ജീവിച്ചിരുന്നപ്പോൾ സുവിശേഷം കേട്ടവരാണ്. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് അങ്ങനെയുള്ളവരോടും സുവിശേഷം അറിയിച്ചത് ഇതിനു വേണ്ടിയിട്ടാണ് എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഹല്ലേലൂയ സ്തോത്രം മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്നും അവരോട് ഇനിയും സുവിശേഷം പറയുമെന്നും ഒന്നും നമുക്ക് ഇത് വെച്ച് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇതിനൊരു ഒത്തുവാക്യവുമില്ല. ഇതിനെ ഒരു ഡോക്ട്രൈനായിട്ട് നമുക്ക് പറയത്തക്കൊണ്ട് ഒരു ഒത്തുവാക്യവുമില്ല. അതും സന്ദർഭവശാൽ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കണം. അപ്പൊ നമ്മുടെ വിഷയം എങ്ങനെ ആത്മാവ് സംബന്ധമായി ജീവിക്കാം, നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് കഴിയും. ദൂരെ എങ്ങും പോകണ്ട കേട്ടോ. ആ അധ്യായം മാത്രം വായിച്ച കുറെ കാര്യങ്ങളെങ്കിലും നമുക്ക് മനസ്സിലാകും. എങ്ങനെ നമുക്ക്, ഹൗ ക്യാൻ വി ലിവ് ടു ദ വിൽ ഓഫ് ഗോഡ്, ഹൗ ക്യാൻ വി ലിവ് ഇൻ സ്പിരിറ്റ്. ആത്മാവിൽ എങ്ങനെ ജീവിക്കാൻ കഴിയും, ദൈവത്തിന്റെ ഹിതത്തിന് എങ്ങനെ ജീവിക്കാൻ കഴിയും. 1, 2, 3 എന്ന് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, എന്നാൽ എല്ലാത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിക്കും. അപ്പോ ആദ്യം ചെയ്യേണ്ടത് ഹൗ ക്യാൻ വി ലിവ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കണമെങ്കിൽ ദൈവഹിതം അറിയണമല്ലോ. ദൈവഹിതം അറിയാതെ നമുക്ക് ദൈവത്തിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തിന്റെ ഹിതം അറിയാനുള്ള സ്ഥലം പ്രാർത്ഥന മുറിയാണ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധം ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. ദൈവവുമായിട്ടുള്ള ഈ കമ്മ്യൂണിക്കേഷൻ സ്ട്രോങ് ആണെങ്കിൽ വി വിൽ നോ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ പൂർണ്ണ ഹിതം എന്താണെന്ന് അവിടെ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഒറ്റ വാക്കിൽ ഞാനങ്ങ് പറഞ്ഞു വിടുക, നമുക്ക് നമ്മുടെ പ്രാർത്ഥനയിൽ ബലപ്പെടാം. ദൈവവുമായിട്ടുള്ള ആ കമ്മ്യൂണിക്കേഷനിൽ, ആ സംസാരത്തിൽ നമുക്ക് ബലപ്പെടാം. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ 1 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കണം, പക്ഷെ എപ്പോഴും പ്രാർത്ഥിക്കാൻ കഴിയും, ഇടപെടാതെ പ്രാർത്ഥിക്കാൻ കഴിയും. ഏത് സ്ഥലത്തും ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു മാർഗത്തിലല്ലാതെ വേറെ ഏത് മാർഗത്തിലാ ഹല്ലേലൂയ സ്തോത്രം എപ്പോ വേണമെങ്കിലും ദൈവത്തോട് സംസാരിക്കാമെന്ന് പഠിപ്പിക്കുന്നു? ഒന്നുകിൽ പല മതങ്ങളിലും അവരിയ്ക്കുന്ന സ്ഥലത്ത് ചെല്ലണം, അവർക്ക് നേർച്ചയും കൊണ്ട് ചെല്ലണം, അവിടെ കയറണമെങ്കിൽ കുളിച്ചേച്ചേ പോകാവൂ, ഇനി പ്രാർത്ഥിക്കണമെങ്കിൽ നേരെ ചൊവ്വേ ചില കഴുകലുകൾ ചെയ്യണം. അതില്ലാതെ മുട്ടുമടക്കാൻ പറ്റത്തില്ല. 5 മിനിറ്റേ പ്രാർത്ഥനയുള്ളൂ, പക്ഷെ കഴുകാൻ 15 മിനിറ്റ് എടുക്കും. പക്ഷെ അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. അത് ചെയ്യാതെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അവരുടെ ആവശ്യങ്ങൾ പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കൊന്ത പോലെ ഒരു സാധനം ഇവര് ഉപയോഗിക്കുന്നത്? ഞാനിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രാർത്ഥനയല്ല അത് കേട്ടോ. അവരുടെ നീഡ്സ് പറയുക, അവരുടെ ആവശ്യങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറക്കി അവർക്ക് പറയാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പക്ഷേ നമ്മളോട് ദൈവം പറയുന്നു, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം, തത്സമയത്ത് കൃപ പ്രാപിക്കാൻ, സഹായത്തിനുള്ള കൃപ
അത് പ്രാപിക്കാൻ ധൈര്യത്തോടെ എപ്പോ വേണേലും ഞാനങ്ങ് ചേർത്ത് പറയുക, ധൈര്യത്തോടെ കൃപാസനത്തിനടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. കാരണം ഒരുവൻ തന്റെ ദേഹം എന്ന തിരശ്ശീല കീറി പുതുവഴി നമുക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അതുകൊണ്ട് നമുക്ക് സുബോധത്തോടെ പ്രാർത്ഥിക്കാം. നമ്മുടെ പല പ്രാർത്ഥനകളും ചില സമയത്തെങ്കിലും ഈ വർഷങ്ങളായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടേ ചില സെന്റൻസുകളൊക്കെ എന്റെ പ്രാർത്ഥനയിലുണ്ട്. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. എന്റെ പ്രാർത്ഥന ചില സെന്റൻസ് ഒക്കെ അങ്ങനെ ചിലപ്പോൾ ഉറക്കത്തിൽ ഇങ്ങനെ മയങ്ങി വരുമ്പോഴാണേലും ഇത് പ്രാർത്ഥിക്കും. നിങ്ങളൊക്കെ നല്ല ആൾക്കാരാണ്, നന്നായിട്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇത് പ്രാർത്ഥിക്കും. ഞാൻ ചില സമയത്തൊക്കെ ചിലപ്പം സമയമൊക്കെ തെറ്റി ചിലര് ഫോൺ ചെയ്യാറുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ഈ ഫോൺ ഇങ്ങനെ ചാടി എണീറ്റിട്ട് ചിലർ പ്രാർത്ഥിക്കാനായിട്ട് പറയുമ്പം അവരുടെ വിഷയങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ ചിലപ്പോൾ ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ റൊട്ടീനായിട്ട് ഈ പ്രാർത്ഥിക്കുമ്പോൾ തുടങ്ങുന്ന ചില കാര്യങ്ങൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതൊരു വെളിവുണ്ട്, ഇവരുടെ വിഷയത്തിന് വേണ്ടിയാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാൻ എന്റെ അനുഭവം പറയുക. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ ഈ ദിവസങ്ങളിൽ അങ്ങനെ അബദ്ധങ്ങൾ നമുക്ക് ശ്രമിക്കാം. പക്ഷെ സുബോധത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുവാ സുബോധം? മാനസിക മണ്ഡലത്തിലേക്കാൾ ആത്മാവിലുള്ള ഒരു സുബോധം. ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എവിടെ ഹിറ്റ് ചെയ്യണം അതിന്റെ റൂട്ട് കണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാലേ ദൈവം അറിയാൻ പറ്റും. അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് പോയാലേ ദൈവത്തിന്റെ ഹൃദയം അറിയാൻ പറ്റും. അങ്ങനെ അറിഞ്ഞാലേ അതിനകത്ത് നടക്കാൻ പറ്റും. അതുകൊണ്ട് സാധാരണ പ്രാർത്ഥനാ തലം നമുക്ക് വിടാം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. നമ്മളെല്ലാവരും ദൈവത്തോട് കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാ. ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരാ നമ്മളില്ലേ. ഹല്ലേലൂയ, സ്തോത്രം. എത്രയോ പ്രാവശ്യം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് ഞാൻ ചില സമയങ്ങളിലൊക്കെ ഫോൺ എടുത്ത് ടങ്സ് പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ടങ്സിൽ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ എടുത്ത് ടങ്സ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പിന്നെ ഈ കേൾക്കുന്നവരും വല്ല അറബിയാണെന്ന് എന്തെങ്കിലും വിചാരിച്ചോളൂ. പെട്ടെന്നാണ് നമുക്ക് ആ ഒരു സുബോധം വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാ. പക്ഷേ എങ്കിലും ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ലിവിങ് റെസ്റ്റോറേഷൻ, ആ ഇറ്റേണൽ റെസ്റ്റോറേഷനിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വിധത്തിൽ അവന്റെ ഹൃദയം അറിയുന്ന ഒരു സുബോധത്തോടെയുള്ള, ആത്മാവിലുള്ള ഒരു സുബോധത്തോടെയുള്ള ഒരു പ്രാർത്ഥന നമുക്ക് ഇത് ഈ ആത്മാവിൽ സുബോധത്തോടെ പ്രാർത്ഥിക്കേണ്ടതിന് ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. ഈ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ചില സമയത്തൊക്കെ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് ഒരാളെന്നെ വിളിച്ചിട്ട് ഒരു വിഷയം പറഞ്ഞിട്ട് പറഞ്ഞു, ജസ്റ്റ് ഇപ്പൊ ഒരു വാക്ക് പ്രാർത്ഥിക്കാവോ, എനിക്ക് ഈ വിഷയത്തിനകത്ത് ഒരു എസ് ഓർ നോ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവേ, എന്റെ കാര്യങ്ങൾക്ക് തന്നെ എസ് ഓർ നോ കണ്ടുപിടിക്കാൻ ഞാൻ പാടുപെടുക. അല്ല, ഇവരോട് ഞാൻ എങ്ങനെ എസ് ഓർ? ഞാനൊരു പ്രോഫറ്റസ് ഒന്നും അല്ല. സ്തോത്രം. അതൊന്നും അല്ല, എനിക്കറിയത്തില്ല. പക്ഷെ ഇപ്പൊ എന്നോട് സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അപ്പൊ ഞാൻ ഇത് ആ സമയം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ട്രെയിൻഡ് അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, കർത്താവേ, നീ എന്നോട് സംസാരിക്കണം. ഈ സഹോദരിയോട് നീ മനസ്സറിയണേ. എന്താണെങ്കിലും കൃപയാൽ രണ്ട് ദൈവവചനത്തിലെ 2 ഭാഗങ്ങൾ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലേക്ക് തന്നു. ഞാൻ പറഞ്ഞു, ദൈവാത്മാവ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, സിസ്റ്റർ അങ്ങ് വായിച്ചു നോക്കിക്കാട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു വെച്ച് എന്തായാലും അതൊരു കറക്റ്റ് ഗൈഡൻസ് പുള്ളിക്കാരിക്ക് ദൈവം കൊടുത്തു കേട്ടോ. പുള്ളിക്കാരത്തിന്റെ ആഗ്രഹം കൊണ്ടാ. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ആത്മാവിൽ നമ്മൾ ട്രെയിൻഡ് ആവണം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ വചനം എന്നോട് ദൈവം പറഞ്ഞു നമുക്ക് അങ്ങനെ ആവാം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്പിരിറ്റിൽ നടക്കാൻ, ആത്മാവിൽ നടക്കാൻ, ദൈവഹിതത്തിനകത്ത് നടക്കാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. 2-ാമത്തെ ഭാഗം 8-ാം വാക്യം. സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ ആത്മാവിൽ നടക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും വളരെ പ്രാർത്ഥിക്കും, ഉപവസിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. അതിന്റെ ഒരു റിഫ്ലക്ഷനായി ഈ സ്നേഹത്തിൽ നടക്കുക എന്ന് പറയുന്നത്. നമ്മൾ ആത്മാവിലാണ് നടക്കുന്നതെങ്കിൽ, ഇഫ് യു ആർ ലിവിങ് ടു ദ വിൽ ഓഫ് ഗോഡ്, ഇഫ് യു ആർ ലിവിങ് ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗോഡ്, ദെൻ ഓട്ടോമാറ്റിക്കലി ചാരിറ്റി ആൻഡ് ലവ് വിൽ കം ഔട്ട്. നമ്മൾ ആത്മാവിൽ നടക്കുന്നു എങ്കിൽ
ഒരു സാധാരണ സ്നേഹം. അവിടെ പറഞ്ഞിരിക്കുന്ന സ്നേഹം, ഹല്ലേലൂയ സ്തോത്രം, പത്രോസ് അപ്പോസ്തലന് പറയാൻ പറ്റുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം സ്നേഹത്തെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല. കാരണം തിബിരിയാസിന്റെ കടക്കരയിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പത്രോസ് അപ്പോസ്തലന്റെ ദൈവത്തോടുള്ള സ്നേഹം എന്താണ്, നിന്റെ ഏത് ലെവലാന്ന് ഹല്ലേലൂയ സ്തോത്രം അവനെ കൊണ്ട് പറയിപ്പിച്ചൊരു സ്തോത്രമുണ്ട്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നു ഉറ്റ സ്നേഹം, ഉറ്റ സ്നേഹിക്കുന്ന ഒരനുഭവം. നമ്മൾ ദൈവഹിതത്തിനകത്താ നടക്കുന്നതെങ്കിൽ ഈ സ്നേഹത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, എല്ലാ ലംഘനങ്ങളെയും പാപങ്ങളുടെ ബഹുത്വത്തെയും മറയ്ക്കുന്ന സ്നേഹം. വാസ്തവമായിട്ടും നമ്മൾ ദൈവഹിതത്തിനകത്ത് നടക്കണമെങ്കിൽ ഈ ദിവസം കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ പ്രയർ ലൈഫ് സുബോധമുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം എനിക്ക് തരണമെന്ന് മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ സ്നേഹം. ഇംഗ്ലീഷിൽ ഒരു വേർഷനിൽ തന്നെ ചാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അങ്ങനെ കണക്ട് ചെയ്യാം. സ്നേഹം ഉണ്ടെങ്കിൽ ചാരിറ്റി വരത്തുള്ളല്ലോ. ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ ഒരു സ്നേഹം എത്ര വലിയ പാപി മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും അവന്റെ പാപത്തിന്റെ ബഹുത്വത്തെ മറച്ച് ഉറ്റ സ്നേഹം. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട പാപിനിയായ സ്ത്രീ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴും, എല്ലാവരും കല്ലെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോഴും അവളിലേക്ക് ഒഴുകിച്ചെന്ന യേശുവിന്റെ സ്നേഹം. ആ സ്നേഹം അവളിൽ ഉണ്ടായിരുന്ന പാപത്തെ എന്നേക്കുമായി മറച്ചു കളഞ്ഞു. ആ ഒരു സ്നേഹം, ഇനി ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ആ ഒരൊറ്റ സ്നേഹം അന്ന് ആ നിമിഷങ്ങളിൽ യേശുവിൽ നിന്ന് ഒഴുകിച്ചെന്ന ആ സ്നേഹം അവളെ നിത്യതയിലേക്ക് കടത്തി. ഇങ്ങനെയാണ് നമുക്ക് ദൈവത്തിന്റെ ഹൃദയത്തിനനുസരിച്ച് ജീവിക്കാൻ കഴിയുന്നത്. ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങ് വന്ന് നിൽക്കുമ്പോ ഞാൻ്റെ ഈ ഉറ്റ സ്നേഹം കൊണ്ട്, യേശു സുവിശേഷം പറഞ്ഞില്ല, ഒരത്ഭുതം ചെയ്തില്ല, ഒരടയാളം ചെയ്തില്ല, അവളെ തൊട്ടില്ല, ഒന്നും ചെയ്തില്ല, അവളെ സ്നേഹിച്ചു. അവളിലെ പാപത്തെ മാത്രമേ യേശു വിട്ടു കളഞ്ഞുള്ളൂ, അവളെ സ്നേഹിച്ചു. അങ്ങനെ നമ്മുടെ സ്നേഹം എന്ന് പറയുന്ന എത്ര നേരം വെറും മിനിറ്റുകളില്ലേ, മിനിറ്റുകൾ. അങ്ങനെ ചിലരെ നിത്യതയിൽ നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചു നിൽക്കുന്ന ഒരനുഭവം നമ്മൾ അറിയാതെ. ഇഫ് യു ആർ ലിവിങ് ടു ദ വിൽ ഓഫ് ഗോഡ്, ദിസ് വിൽ ഹാപ്പൻ. നമ്മൾ അറിയാതെ അത് നടക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ എന്നെ ആ ഒരു ലെവലിലോട്ട് എനിക്കൊന്ന് വരാൻ എനിക്കൊരു കൃപത. കാരണം എൻ്റെ അകത്ത് ജീവനുള്ള ചിലതാ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നെ ജീവനുള്ള ഒരു യഥാസ്ഥാപനത്തിനായിട്ടാണ് നീ എന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഉറഞ്ഞെവിടെയും ഇരിക്കുന്നതല്ല ഈ ജീവനുള്ള സ്നേഹം, ചിലരുടെ ജീവനിലേക്ക് കടത്തുന്ന ഒരു സ്നേഹം, സുബോധമുള്ള പ്രാർത്ഥന, സ്നേഹം. അടുത്ത വാക്യം, 9ാമത്തെ വാക്യം. ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. നമ്മള് ഹല്ലേലൂയ സ്തോത്രം, ഇഫ് യു ആർ ലിവിങ് ടു ദ വിൽ ഓഫ് ഗോഡ്, മർമറിങ്, പിറുപിറുപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. എന്ത് കാര്യത്തിന് ഇത് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിങ്ങോട്ട് വന്നിരിക്കുന്ന ഒരു ഭാഗമല്ല കേട്ടോ. നമ്മൾ പിറുപിറുക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല, പെട്ടെന്ന് ആരെങ്കിലും
5-6 പേരെ വീട്ടിലോട്ട് വിളിച്ചിട്ട് പെട്ടെന്ന് ഇച്ചിരി ഫുഡ് ഉണ്ടാക്കുക അല്ലെങ്കിൽ കൊടുക്കുക. അല്ലെ പിന്നെ സഹിച്ചാനപ്പോഴുള്ളതായിരിക്കണം ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അല്ലായിരുന്നു. അല്ലെങ്കിൽ സ്തോത്രം ആർക്കും പുറത്തുനിന്നൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. വീട്ടിൽ ഉണ്ടാക്കണം. നമ്മൾ ചെയ്യും, പക്ഷെ പിറുപിറുക്കാതെ ചെയ്യുന്ന അനുഭവം എന്തോ ആയിരിക്കണം എന്നറിയാം. അപ്പോഴത്തെ ഒരു ചിന്ത, ഒരു പക്ഷെ ഇന്ന് ഈ ഡിന്നർ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കാം ഇവരെ ഒരു യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരാളെ ഒന്ന് ഹോസ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഒരു ചിലരെ നമ്മുടെ വീട്ടിൽ 2 ദിവസം താമസിപ്പിക്കുന്നതായിരിക്കാം. നമുക്ക് ഡിസ്റ്റർബൻസ് ഉണ്ട്, നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് കുറവുണ്ട്. എന്നാലും ഞാൻ തിരിച്ചു ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. നമ്മുടെ വീട്ടിൽ ഒരാൾ ഒരു ദേവദാസം വന്ന് താമസിക്കുന്നു വെച്ചു, അറ്റ്ലീസ്റ്റ് ആ ഒരു 5-6 ദിവസത്തേക്കെങ്കിലും നമ്മൾ മര്യാദക്കായിരിക്കും, നമ്മൾ വെൽ ബിഹേവ്ഡ് ആയിരിക്കും. ആ ദിവസങ്ങളിലെങ്ങാണ് കർത്താവ് വന്ന രക്ഷപ്പെട്ടു. If you are living to the will of God, നമുക്കിത് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എങ്ങനെയായിരിക്കും എന്റെ പ്രതികരണം? ആ പ്രതികരണം എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. അങ്ങനാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഞാൻ ദൈവഹിതത്തിനൊത്തവണ്ണമാണോ, ദൈവത്തിന്റെ ഹൃദയപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത്. അടുത്ത ഭാഗം 10ാമത്തെ വാക്യം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിഹിതമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ദൈവം ഗിഫ്റ്റ് തന്നിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. താലന്ത് ഗിഫ്റ്റ് തരാതെ ദൈവം ആരെയും വീണ്ടും ജനിപ്പിച്ചിട്ടില്ല. ചിലപ്പോ ഒരാളുടെ ഇത് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം, ചിലർക്ക് വേണ്ടി ഫോണിൽ കൂടെ പ്രാർത്ഥിക്കാനായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് ഒരു തക്ക സമയത്ത് ഒരു മെസ്സേജ് അയക്കാനായിരിക്കും, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം കുറച്ച് പിള്ളേരെ സൺഡേ സ്കൂളിൽ കൊണ്ടുവിടാനായിരിക്കും. ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്, ഹല്ലേലൂയ സ്തോത്രം പാട്ട് പാടാൻ അറിയത്തില്ല, താളമില്ല, നന്നായിട്ട് പ്രാർത്ഥിക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല, പക്ഷെ ഇനി എത്ര മണിക്കൂർ വണ്ടി ഓടിച്ച് ആരെ എവിടെയെങ്കിലും കൊണ്ടുവിടണമെന്നൊക്കെ പറഞ്ഞ അവർ റെഡിയാണ്. ബീച്ചാൻ പണ്ട് വിസിറ്റിലൂടെ വരുമ്പോ ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴേ ബീച്ചാൻ്റെ അടുത്ത് പറയും, സാം ബ്രദറിനെ അറിയാമല്ലോ, ബീച്ച് ബ്രദറെ എവിടെ പോണേലും, നമ്മുടെ സാം ബ്രദറല്ല, എവിടെ പോണേലും എന്നോട് പറഞ്ഞാണ്. ആ പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടുള്ള സ്ഥലങ്ങൾ വേറെ ഒരു ശുശ്രൂഷയും നേരെ ചെവ്വേ പ്രാർത്ഥിക്കാറിയത്തില്ല. യോഗത്തിന് വന്നിരുന്ന ഭയങ്കര ക്ഷീണമോ, പുള്ളി കഠിന ജോലി ചെയ്തിട്ടായിരുന്നു, ചിലപ്പോൾ ഉറങ്ങുകയൊക്കെ ചെയ്യും. പക്ഷെ എന്നാലും പുള്ളി പറഞ്ഞു, എനിക്കൊരു സന്തോഷമാണ് ബിജു ബ്രദറിനെ ഞാൻ എല്ലാവർക്കും കൊണ്ട്. അപ്പം ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ആ വരം, ഹല്ലേലൂയ സ്തോത്രം. ചിലപ്പോൾ ഒരാളെ എൻകറേജ് ചെയ്യാനുള്ള ഒരു വരവായിരിക്കും. നമുക്കൊരു ബർണബാസിന്റെ സ്പിരിറ്റ് ആയിരിക്കും. ബർണബാസ് ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്തതായിട്ട് വചനത്തിലില്ല. ഒരു ബർണബാസിന്റെ സ്പിരിറ്റ് ആയിരിക്കും, ഇല്ല മേശമേൽ ശുശ്രൂഷിക്കാനുള്ളതായിരിക്കും. എന്ത് തന്നെ ആയിരുന്നാലും ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. അതെന്തു ആയിക്കോട്ടെ, നമുക്കത് ചെയ്യാം. ദൈവഹിതത്തിനകത്ത് ജീവിക്കുന്നത് ഇങ്ങനെയാ. നമുക്ക് ദൈവഹിതത്തിനകത്ത് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ we are not living to the will of God. കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അടുത്ത ഭാഗം 11ാമത്തെ വാക്യം. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാർത്ഥിക്കൊത്തവണ്ണമാകട്ടെ. ഓക്കെ, അപ്പോ ഹല്ലേലൂയ സ്തോത്രം. മറ്റേതിനോട് ചേർന്ന് വരുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ പ്രാർത്ഥി അനുസരിച്ച് ചെയ്യാവുന്നേ. എന്തുകൊണ്ടാ പബ്ലിക്കായിട്ട് പലരും പ്രാർത്ഥിക്കാത്ത? അയ്യോ, എനിക്ക് സീരിയസ് പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല,
എനിക്ക് സജി ബ്രദർ പ്രാർത്ഥിക്കുന്നവരെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ആരോടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം, ചെറിയ കാര്യം പറയുമ്പോൾ സഹോദര നിന്റെ പ്രവൃത്തി പോലെ ചെയ്യും, സഹോദരി നിന്റെ പ്രവൃത്തി പോലെ ചെയ്യും. നമ്മുടെ പ്രാപ്തിക്കനുസരിച്ച് നമ്മൾ ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ പ്രാപ്തിക്ക് മീതെ നമ്മളെ ഉയർത്തി നിർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. ഉണ്ട്. അതിന്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ആരോട് പറഞ്ഞു, ഹോസ്പിറ്റലിൽ എന്നോട് പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞാലേ തൊണ്ടയ്ക്ക് വെള്ളവും ഇല്ല, അല്ലെങ്കിൽ സ്തോത്രം എനിക്കത് പറ്റത്തുമില്ല. പക്ഷെ വചനം കൊണ്ട് കർത്താവ് നിർത്തുന്നു. പ്രാപ്തി ഉണ്ടായിട്ടല്ല, എനിക്കറിയാം ഞാൻ ആരാണ്. പക്ഷെ ഉള്ളതുപോലെ നമ്മൾ ചെയ്തു തുടങ്ങിയാൽ പ്രാപ്തിക്ക് മീതെ കർത്താവ് ദൈവം അത് ചെയ്യാൻ വിശ്വസ്തരാണ്. അപ്പൊ നമ്മുടെ പ്രാപ്തി നമ്മൾ ഉപയോഗിക്കുമ്പോൾ വി ആർ ലിവിങ് ടു ദ വിൽ ഓഫ് ഗോഡ്. ഇനി അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ സ്തോത്രം ടോണി ബ്രദർ ആരെങ്കിലും പിന്നെ പ്രാർത്ഥിക്കണം. ഇന്ന് റോയി എനിക്കൊന്ന് 2 3 പ്രാവശ്യം പറഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ പ്രാർത്ഥിച്ചാട്ടെ. നമ്മുടെ പ്രാപ്തി പോലെ ചെയ്യാന്നേ. ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല, നമ്മുടെ അകത്തുനിന്ന് വരുന്ന ആ ഞരക്കത്തിൽ നിന്ന് വരുന്ന ഒരു സെന്റൻസ് ആയിരിക്കും ഒരാളിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. നമുക്ക് ലെറ്റ് us live to the will of God. ദൈവത്തിന്റെ ആ ഹിതത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 12ാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ഓക്കെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കഷ്ടത്തിലിരിക്കുന്ന ഒരു ജനത്തോടാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. നമ്മള് വി ആർ ലിവിങ് ടു ദ വിൽ ഓഫ് ഗോഡ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ചാരിറ്റി ചെയ്യുന്നുണ്ട്, നമ്മൾ ഉറ്റ സ്നേഹം, ഈ പറഞ്ഞ പ്രാപ്തി പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ഓർഡർ ഭയങ്കരമാണ് കേട്ടോ. ഇതെല്ലാം ചെയ്തിട്ട് ഒരു അഗ്നിശോധന നമ്മുടെ ജീവിതത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക. പക്ഷെ ആ അഗ്നിശോധന വരുമ്പോൾ അതിന്റെ അടുത്ത വാക്യം പറയുന്നു, റിജോയ്സ്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും അതിനകത്ത് സന്തോഷിക്കണം. അങ്ങനെ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ കഷ്ടങ്ങളിൽ, അഗ്നിശോധനയിൽ എനിക്കിത് വന്നത് എന്താണെന്ന് ചിന്തിക്കാതെ ആ അഗ്നിശോധനയിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടും കൂടെ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിക്കാൻ ഇടവരും. ഇവിടെ സന്തോഷമാ കഷ്ടതയുടെ നടുവിൽ, അവിടെ ഒരു ഉല്ലാസമാണ്. ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ജീവിക്കുമ്പോ കഷ്ടങ്ങളിൽ സന്തോഷിക്കാൻ കഴിയും. അതിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ കഴിഞ്ഞാൽ ദൈവഹിതത്തിനനുസരിച്ച്, അവന്റെ ഹൃദയത്തിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഹല്ലേലൂയ സ്തോത്രം. പിന്നീട് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 14ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 14, 15 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, റിജോയ്സ് ഇൻ റിപ്രോച്ച്. ഒരു നിന്ദ വന്നാൽ അതിനകത്ത് rejoice ചെയ്യണം. If you are living to the will of God, you will be able to rejoice. അതിനകത്ത് നമുക്ക് സ്തോത്രം പല കാര്യങ്ങളിലും നമ്മൾ നിന്ദിക്കപ്പെടുന്ന അനുഭവം വരാം. അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതം എടുത്ത് നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിന്റെ ആ സമയത്ത് ഞാൻ നിന്ദിക്കപ്പെട്ടു, അല്ലെങ്കിൽ സ്തോത്രം ഈ വിഷയത്തിൽ ഞാൻ നിന്ദിക്കപ്പെട്ടു, ഈ ഒരു കാര്യത്തിൽ ഞാൻ ഇപ്പോഴും നിന്നെ ഇരിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് പറയാൻ പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിനകത്ത് റിജോയ്സ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ ഹൃദയത്തിനൊത്ത് ജീവിക്കുന്ന ഒരാളിന് കഴിയും എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. പിന്നീട് നമുക്ക് അവിടെ 15, 16 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നു, ബി നോട്ട് അഷെയിംഡ് ടു സഫർ ആസ് ക്രിസ്ത്യൻസ്. ഒരു ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നതിൽ ഈ ലജ്ജ വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം യു ആർ നോട്ട് ലിവിങ് ടു ദ വിൽ ഓഫ് ഗോഡ്. ക്രിസ്ത്യാനി ആയിട്ട് എനിക്കിത് വന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട്, ഞാൻ ഉപവസിച്ചിട്ട്, ഞാൻ പ്രാപ്തിയോലെല്ലാം ചെയ്തിട്ട്, ഇങ്ങനെയെല്ലാം ആയിട്ട് എനിക്കിതായല്ലോ എന്ന് പറയുന്ന ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ അതൊരു ലജ്ജയായിട്ട് നമുക്ക് തോന്നുവാണെങ്കിൽ യു ആർ നോട്ട് ലിവിങ് ടു ദ വിൽ ഓഫ് ഗോഡ്. അപ്പോൾ അതിനെ ലജ്ജയായിട്ട് എടുക്കാതെ ആ റിപ്രോച്ചിനെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ നടുവിൽ നമുക്ക് റിജോയ്സ് ചെയ്യാനായിട്ട്
നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഹൃദയപ്രകാരം ജീവിക്കാനായിട്ട് ഹല്ലേലൂയ സ്തോത്രം കഴിയും. ഹല്ലേലൂയ. പെട്ടെന്ന് ഒരു 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 ഭാഗം ഒന്ന് ഓർമ്മിപ്പിച്ച്, ഞാൻ ഇതെല്ലാം ഇങ്ങനെ ഒരു തിയറി പോലെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരാളുടെ ജീവിതത്തെ എന്ന് ഹല്ലേലൂയ സ്തോത്രം ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹല്ലേലൂയ സ്തോത്രം അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. 2 ഭാഗങ്ങൾ വായിക്കണം. Genesis chapter 5 verse 24, 6 verse 9. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. മതി. 6:9. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. മതി. ഹല്ലേലൂയ സ്തോത്രം. 2 പേർ ദൈവത്തോട് കൂടെ നടക്കുന്നു. ഏകദേശം ഒരേ തലമുറയാണ്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഒരു തലമുറ കഴിഞ്ഞുള്ള അടുത്ത തലമുറയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. 300 വർഷമാണ് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇവിടെ ഇതാ നോഹ ദൈവത്തോട് കൂടെ നടക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇവരുടെ 2 പേരുടെയും ജീവിതം ശ്രദ്ധിച്ചു. ഹീബ്രൂസ് ചാപ്റ്റർ 11 verse 5 വായിക്കണ്ട. ഹല്ലേലൂയ സ്തോത്രം. അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നൊരു സാക്ഷ്യം പ്രാപിച്ചു. He pleased God. അപ്പോ നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കാനായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? വി ആർ പ്ലീസിങ് ഗോഡ്. നമ്മൾ ഈ അതിഥിസൽക്കാരം ചെയ്യുമ്പോഴും പിറുപിറുക്കാതിരിക്കുമ്പോഴും ഈ റിജോയ്സ് ചെയ്യുമ്പോഴും ഇത് ലജ്ജയായിട്ട് എണ്ണാതിരിക്കുമ്പോഴും ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കുന്നതിൽ സന്തോഷിക്കുകയും എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, വി ആർ പ്ലീസിങ് ഗോഡ്. നമ്മൾ അങ്ങനെ ദൈവത്തെ പ്ലീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഹാനോക്ക് നടന്നതുപോലെ നമുക്കങ്ങ് നടക്കാനായിട്ട് കഴിയും. ഹല്ലേലൂയ. നോഹ എങ്ങനെയാണ് ദൈവത്തോടുകൂടെ നടന്നത്? നോഹയെ കുറിച്ച് പറയുന്നു, ആ വഷളത്വമുള്ള തലമുറയുടെ നടുവിൽ നോഹ ഹി ഫൗണ്ട് ഫേവർ. ദൈവത്തിന്റെ കൃപ അവന് ലഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ളവർ, നമ്മുടെ സഹോദരവർഗങ്ങൾ, നമ്മുടെ ചർച്ചിനകത്തുള്ള മുഴുവൻ പേരും വേറൊരു രീതിയിൽ ജീവിക്കുമ്പോഴും ഞാൻ ഈ പറഞ്ഞ ലിസ്റ്റിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ, പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായി, ഹല്ലേലൂയ സ്തോത്രം, ആത്മാവിൽ സെൻസിറ്റീവായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ച് ജീവിക്കാൻ ഞാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, ഐ വിൽ ഫൈൻഡ് ഫേവർ in the sight of God. ഞാൻ ദൈവത്തെ പ്ലീസ് ചെയ്യുന്നു മാത്രമല്ല, എനിക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കാനായിട്ട് ഇടയാകും. ഇത് രണ്ടും പ്രാപിച്ചവർ 2 പേരും ദൈവത്തോട് കൂടെ നടന്നു. നമ്മൾ ഈ ദൈവത്തോട് കൂടെ നടക്കുന്നു, ദൈവത്തിന്റെ വില്ലിനകത്ത് നടക്കുന്നു എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കൊരു കമ്പാരിസൺ വരും. പലപ്പോഴും നമ്മൾ കമ്പയർ ചെയ്യും. ഹല്ലേലൂയ സ്തോത്രം. അവര് ദൈവത്തോട് നടക്കുന്നു, ഞാനും ദൈവത്തോട് നടക്കുന്നു. അവരുടെ കുടുംബത്തിനകത്ത് ഇല്ലാത്ത എന്താ എനിക്ക്? അവർക്കില്ലാത്തത് എനിക്കില്ലാത്തത് പലതും അവർക്കുണ്ട്, അവർക്കുള്ളത് പലതും എനിക്കില്ല. ഇങ്ങനെ ഒരു കമ്പാരിസൺ വരാൻ സാധ്യതയുണ്ട്. ഇവരെ 2 പേരും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ഹല്ലേലൂയ സ്തോത്രം. ഈ ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു 300 വർഷം. ചെറിയൊരു കാലയളവല്ലെന്ന് ഓർത്തണം. 300 വർഷം ദൈവത്തിന്റെ കൂടെ നടന്ന് 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 ഒരു ദിവസം പുള്ളിയെ കൊണ്ട് ദൈവം അങ്ങ് പോയി. നല്ല കാര്യം. പക്ഷെ നോഹ ദൈവത്തിന്റെ കൂടെ നടന്നു. നോഹ ദൈവത്തിന്റെ കൂടെ നടന്ന കുറച്ചു കാലം അങ്ങോട്ട് കഴിഞ്ഞപ്പം ഹല്ലേലൂയ സ്തോത്രം, പെട്ടകത്തിന്റെ ഒരു പ്ലാൻ കൊടുത്തു. നോഹയെ കൊണ്ട് വെട്ടാൻ പണിയിപ്പിച്ചു. അവന്റെ കുടുംബത്തെ നേടി. ഇത് കഴിഞ്ഞേച്ച് ഭൂമിയിലുള്ള സകല മൃഗങ്ങളിനകത്തും ശുദ്ധിയുള്ളതും അശുദ്ധിയുള്ളതും എല്ലാത്തിനെയും പെട്ടകത്തിനകത്ത് കയറ്റി. ആ വലിയ പ്രളയത്തിനകത്ത് ഈ പെട്ടകത്തെ പൊക്കി അരാറത്തോളത്തിൽ കൊണ്ടുവച്ചു. ദൈവത്തോടു കൂടെ നടന്ന നോഹയുടെ ജീവിതത്തിൽ ദൈവം പ്രത്യക്ഷമായി ഈ ഭൂമിയിൽ കാണത്തക്കവണ്ണം, ഇന്നും നോഹയുടെ പെട്ടകം നിലനിൽക്കത്തക്കവണ്ണം ദൈവം ചിലത് ചെയ്തെടുത്തു. പക്ഷെ ഹാനോക്കിന്റെ എന്ത് പറയാനോട്? ഹാനോക്കിന്റേതെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കത്തക്കോണം ഒരു ദൈവപ്രവൃത്തി ഇവിടില്ല. അവന്റെ കൈകൊണ്ട് ചെയ്തെടുത്തത് ഒന്നുമില്ല. അവനെ കുറിച്ച് ഒത്തിരി പഠിക്കാനില്ല. അവൻ ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു. പക്ഷെ നോഹയും ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവനെ ചിലത് ഏൽപ്പിച്ചു, അവനെ കൊണ്ട് ചിലത് ചെയ്യിപ്പിച്ചു. ഞാൻ നോഹയുടെ പ്രളയത്തിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ ഭയത്തോടെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഹാനോക്കിന്റെ മക്കള് പോലും പെട്ടകത്തിനകത്ത് കയറിയില്ല. അതിനകത്ത് 4 ഇനി വരുന്ന ഒരാളാണ് നോഹയെങ്കിൽ പോലും ബാക്കിയുള്ളതെല്ലാം എന്തി?
ബാക്കിയുള്ളവരെല്ലാം എവിടെ പോയി? ഈ വിശുദ്ധിയിൽ ജീവിച്ചവന്റെ അല്ലെങ്കിൽ സ്തോത്രം തലമുറകളെ പോലും വേണ്ട വിധത്തിൽ നേടാൻ കഴിയാതെ ഹാനോക്ക് പോയി. പക്ഷെ ഹാനോക്കുറിച്ച് ദൈവം പറയുന്നു, അല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം, അവനെ ഞാൻ എടുക്കുന്നതിന് മുമ്പ് അവൻ എന്നെ പ്രസാദിപ്പിച്ചു. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ റിസൾട്ട് കൊണ്ട് ഇതിനെ അളക്കാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നടക്കാം. ഇനി ഒന്നും ഈ ഭൂമിയിൽ നേടിയില്ലേലും, ഇനി ഒരു ദൈവപ്രവൃത്തിയും നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിച്ചില്ലെങ്കിലും, നമ്മുടെ തലമുറയിൽ നിലനിൽക്കുന്ന ഒന്നും സംഭവിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ സ്തോത്രം സ്തോത്രം, നമുക്ക് ഹാനോക്കിനെ പോലെ ആകാമേ. അതാ നമ്മുടെ വിളിയെങ്കിൽ നമുക്ക് അങ്ങനെ നടക്കാം. ഇല്ല, നോഹയെ പോലെ ഒരു വിളിയാണെങ്കിൽ ഏൽപ്പിക്കുന്നതൊക്കെ വിശ്വസ്തയോടെ ചെയ്യാം. ഞാൻ പറയും, അല്ലെങ്കിൽ സ്തോത്രം, പശയെങ്കിലും തേക്കുന്നതിന്റെ അകത്ത് പോലും നോഹ വിശ്വസ്തനായിരുന്നു. അതിന്റെ അകത്ത് പോലും ഒരു കറക്ഷനും ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കിയിരുന്നെങ്കിൽ വെള്ളം കയറിയേ. ഏൽപ്പിച്ചതിലെല്ലാം വിശ്വസ്തനായിരുന്നു. കൂടെ നടന്നുകൊണ്ടാ ചെയ്യാൻ പറ്റി. കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായപ്പം he sensed the heart of God. അടുത്ത എന്താ സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് നോഹയ്ക്ക് അറിയാൻ കഴിയും. അല്ലെങ്കിൽ സ്തോത്രം, നോഹയ്ക്ക് അവന്റെ തലമുറയിൽ സംഭവിക്കാൻ പോകുന്നതേ നോഹ അറിഞ്ഞുള്ളൂ. അല്ലെങ്കിൽ സ്തോത്രം. എന്നാൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നിട്ട് ഹാനോക്ക് എവിടെ വരെ പ്രവചിച്ചു വെച്ചു? 1000 ആണ്ട് അല്ലെങ്കിൽ സ്തോത്രം വാഴ്ചയ്ക്ക് അപ്പുറത്ത് മഹത്വ പ്രത്യക്ഷത വരെ പ്രവചിച്ചു വെച്ചു. യൂദായുടെ ലേഖനത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം, ചിലരെ ദൈവം അതിനെ ഉപയോഗിക്കുന്നു. Let us live to the will of God. നമ്മളെ കുറിച്ചുള്ള ദൈവഹിതത്തിനൊത്തവണ്ണം നമുക്ക് ആത്മാവിൽ ജീവിക്കാം. ഇതാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാമിനെ കൊണ്ട് ദൈവം ഒരു കവനന്റ് ഉടമ്പടി ചെയ്യിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്നുള്ളിൽ തന്ന ഒരു ചിന്തയാ. ഹല്ലേലൂയ സ്തോത്രം, അബ്രഹാം ഈ യാഗമൃഗങ്ങളെ കൊണ്ടുവരുന്നത്, 15-ാം അധ്യായം എടുത്തു വെക്കണേ, യാഗമൃഗങ്ങളെ കൊണ്ടുവരുന്നത് ഹല്ലേലൂയ ദൈവം പറഞ്ഞിട്ടില്ലയോ? അതിനെ 3 വയസ്സുള്ളതിനെ ഊനമില്ലാത്തതിനെയൊക്കെ നോക്കി ഹല്ലേലൂയ കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ഈ കാളക്കിടാവിനെ കൊണ്ടുവരുന്നത്, ഈ ആട്ടുകൊറ്റനെ കൊണ്ടുവരുന്നത്, കോലാടിനെ കൊണ്ടുവരുന്നത്, ഈ പ്രാവിനെ കൊണ്ടുവരുന്നതും എല്ലാം ദൈവം പറഞ്ഞിട്ടാ കൊണ്ടുവരുന്നത്. ദൈവം പറഞ്ഞിട്ട് അല്ലയോ പിളർന്നു വെച്ചത്? ദൈവം പറഞ്ഞിട്ട് പിളർന്നു വെച്ചു. ഇത് യാഗമല്ലാത്തതുകൊണ്ട് പക്ഷികളെ പിളർന്നില്ല എന്നുള്ള ആ ഭാവം വയ്ക്കുന്നത് യാഗമല്ല, ഇത് ഉടമ്പടിയാണ്. പക്ഷേ ഇതെല്ലാം അബ്രഹാം ചെയ്തിട്ടും ദൈവഹിത പ്രകാരം ദൈവാലോചന കേട്ട് ദൈവത്തിന്റെ ഹൃദയം സെൻസ് ചെയ്ത് അബ്രഹാം ഒരു സ്റ്റെപ്പ് വെച്ചിട്ടും റാഞ്ചൻ പക്ഷി വന്നു. So നമ്മള് ഹല്ലേലൂയ സ്തോത്രം, when we live to the will of God, hallelujah, it doesn't mean that vultures will not come. നമ്മൾ ദൈവഹിത പ്രകാരം ചുവട് വെക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, റാഞ്ചൻ പക്ഷി ഇറങ്ങത്തില്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു ഏരിയയിൽ നിന്ന്, ആ സ്പേസിൽ നിന്ന്, ആ അറ്റ്മോസ്ഫിയറിൽ നിന്ന് റാഞ്ചൻ പക്ഷിയെ അകറ്റി നിർത്താൻ ദൈവത്തിന് കഴിയുമായിരുന്നോ? ഇല്ലയോ? കഴിയും. പക്ഷെ ദൈവം അനുവദിച്ചു. അവന്റെ ഹല്ലേലൂയ പിളർക്കപ്പെട്ടു വെച്ചിരിക്കുന്ന കവനന്റ് പീസസ് നമ്മുടെ ജീവിതത്തിൽ when we live unto the will of God, when we walk hallelujah according to the heart of God, ദൈവം നമുക്ക് പറയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പിളർത്തി വെക്കും. അതിന് തൊട്ട് മുമ്പ് വരെ നമ്മുടെ കയ്യിൽ ജീവനോടെ ഇരുന്ന പലതും അല്ലെങ്കിൽ സ്തോത്രം, കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞതാ, അല്ലെങ്കിൽ സ്തോത്രം, ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കൂടാരത്തിനകത്ത് അടുത്ത 2 മാസം പിള്ളേർക്കും അവന്റെ ഫാമിലിക്ക് കഴിക്കാനുള്ള മുഴുവൻ ഫുഡായിരുന്നു അല്ലേ? അതിനെ കൊണ്ടുവന്ന് ഉടമ്പടിക്കായി പിളർന്നു വെക്കാനായി പറഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം, he was trying to live to the will of God. ദൈവത്തിന്റെ ഹൃദയപ്രകാരം അതിനോട് റിയാക്ട് ചെയ്യുമായിരുന്നു, അതിനോട് പ്രതികരിക്കുകയായിരുന്നു. തന്റെ കൂടാരത്തിനകത്ത് തന്റെ സന്തതിക്ക് വേണ്ടുന്ന ചിലതിനെ അവൻ പിളർന്നു വെക്കുമായിരുന്നു. To the world it's a waste. അവന്റെ ഫാമിലിക്കും അവന്റെ ചുറ്റുപാടുമുള്ളവർക്കും ഹല്ലേലൂയ സ്തോത്രം, അവന്റെ ദാസന്മാർക്കും ദാസിമാർക്കും this is a waste.
വാട്ട് ഈസ് ഇറ്റ്? ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനെയുള്ളതിനെ കൊണ്ടുവന്ന് ഒരു റിസ്ക് എടുത്ത്, ഒരു ബുദ്ധിയില്ലായ്മ, ബുദ്ധികേട് കാണിക്കുന്നു എന്നുള്ള നിലയിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പിളർന്നു വെക്കുന്ന ചില കവനന്റ് പീസസ് ഉണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് പിളർന്നു വെച്ചിരിക്കുന്ന പലതും. യാഗപീഠത്തിൽ വെച്ചത് പലതുമുണ്ട്, വേണ്ടാന്ന് വെച്ചത് പലതുമുണ്ട്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. എന്നാൽ ആ കവനന്റ് പീസസിന് എതിരെ ഒരു റാഞ്ചൻ പക്ഷി വന്നാൽ ഹൗ വിൽ യു ഫീൽ? നമ്മൾ സമർപ്പിച്ചതാ. ലോകം മുഴുവനും ചുറ്റും നിന്ന് മണ്ടത്തരമാണെന്ന് പറഞ്ഞപ്പം വെച്ച സ്റ്റെപ്പായത്. പക്ഷെ അതിനെ റാഞ്ചിക്കൊണ്ടു പോകാൻ റാഞ്ചൻ പക്ഷി ഇറങ്ങി വന്നാലോ ഹൃദയം വേദനിക്കൂലേ? എന്താ ദൈവമേ ഇത് അനുവദിക്കുന്നത്? അല്ലയോ അബ്രഹാമേ, ഒരു കാര്യം നീ ഓർക്കണം. നീ ഇത് നിന്റെ അടുത്ത ഹല്ലേലൂയ സ്തോത്രം 30 ദിവസത്തെയോ 40 ദിവസത്തെയോ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നിന്റെ വീട്ടിനകത്തുള്ളവരുടെ പ്രൊവിഷൻ നീ ഇവിടെ പിളർന്നു വെക്കുമ്പോഴുണ്ടല്ലോ, നീ അറിയാതെ നിന്റെ ചിന്തയിൽ കൂടെ പോലും പോകാതെ, നിനക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഹല്ലേലൂയ സ്തോത്രം നിന്റെ ഒരു 4ാം തലമുറ മരുഭൂമിയിൽ 40 വർഷത്തേക്ക് പോഷിപ്പിക്കപ്പെടാനുള്ളതിന് വേണ്ടി നീ ഇൻവെസ്റ്റ് ചെയ്യും. നീ ഇത് പിളർത്തി വെച്ചപ്പോ സ്വർഗം ചിലതിന്റെ ലിവ്യാഥാന്റെ തല തകർത്തു. മരുവാസികൾക്ക് കൈയെത്തുന്ന വിധത്തിൽ കൊണ്ടുവന്ന് ആഹാരം കൊടുത്തു. അബ്രഹാമേ, നീ ഇപ്പൊ ചെയ്യുന്നത് വേസ്റ്റ് അല്ല. അടുത്ത തലമുറയല്ലെങ്കിലും തമ്പുരാന്റെ വരവ് താമസിച്ചാൽ ചില തലമുറയ്ക്കപ്പുറത്തുള്ളതിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുള്ള ഒരു ഉടമ്പടിയായില്ല, ആ തലമുറയുടെ വിടുതലിന് വേണ്ടിയുള്ള ഉടമ്പടിയായി ചെയ്യുന്നേ. Let us live to the will of God. നമുക്ക് ആ ദൈവഹിതത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം, അവന്റെ ഹൃദയത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാം. പക്ഷെ നമ്മുടെ കവനന്റ് പീസസിന് എഗൻസ്റ്റ് വരുന്ന, അതിനെതിരെ വരുന്ന അല്ലെങ്കിൽ ഈ റാഞ്ചൻ പക്ഷി ഉണ്ടല്ലോ, അതിനെ ഒരുപക്ഷെ ദൈവം അനുവദിച്ചിരിക്കും. ആ കവനന്റ് പീസസിനെ കാണാൻ ദൈവം അനുവദിച്ചെന്നിരിക്കും. ആ കവനന്റ് പീസസിനെ അടുത്തേക്ക് വരാൻ ദൈവം അനുവദിച്ചെന്നിരിക്കും. ഇപ്പൊ റാഞ്ചിക്കൊണ്ട് പോകുമെന്നുള്ള വിധത്തിൽ അല്ലെങ്കിൽ ഇറങ്ങി തൊട്ടടുത്ത് വരാൻ ദൈവം അനുവദിച്ചെന്നിരിക്കും. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അല്ലെങ്കിൽ എത്ര വലിയ റാഞ്ചൻ പക്ഷിയാണെങ്കിലും നിന്നെ കവനന്റ് പീസസ് മാത്രമല്ല നിന്നെയും കൂടെ കൊത്തിക്കൊണ്ടു പോകാൻ കഴിവുള്ളതായി ഇറങ്ങി വരുന്നതെങ്കിലും അബ്രഹാമേ, ഞാൻ നിന്റെ കൈക്കൊരു ബലം തരാം, നീ ആട്ടിയാൽ അത് പോകും. If you live to the will of God, God will strengthen you. ചിലതിനെയൊക്കെ ആട്ടിക്കളയാൻ തമ്പുരാൻ ഒരു കാറ്റ് പോലും അയച്ചില്ല, ഒന്നും ചെയ്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അബ്രഹാമിനെ ബലപ്പെടുത്തി. Let us live to the will of God. ജീവനുള്ള വചനം കൊണ്ട്, ജീവനുള്ള ഒരു പ്രത്യാശയ്ക്കായി വീണ്ടും ജനിപ്പിച്ച ജീവനുള്ള കല്ലുകളായി ആത്മീയ ഗ്രഹത്തോട് ചേർത്ത് വെച്ച് പണിത ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളായി നിർത്തിയിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ജീവിക്കാം, ദൈവഹിതത്തിനായി ജീവിക്കാം. ജീവനുള്ള നിലനിൽക്കുന്ന ഒരു യഥാസ്ഥാപനം നമ്മുടെ മുമ്പിലുണ്ട്. തലകളെ മടക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം.